ചെല്ലാനും പറ്റില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയില്ല. പിന്നെ കോവിഡിൻ്റെ അസുഖം കുറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ന്യൂമോണിയ കുറഞ്ഞപ്പോൾ പിന്നെ സ്ട്രോക്ക് വന്നതിന് അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വിക്കലായിരുന്നു, മുകളിലായിരുന്നു. അതുപോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആള് പഴയ ആരോഗ്യവാനല്ല, ക്ഷീണിച്ച് വല്ലാണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞു ചെന്നപ്പോൾ എന്നെ അറിയാവുന്നതായതുകൊണ്ട് ഗീതാ മാഡം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. വിശ്വാസക്കുറവായിരുന്നു. പിന്നെ 2 ഗ്ലാസ് ബോട്ടിലൊക്കെ ഞാൻ തന്നെ കൊണ്ടുകൊടുത്ത് ഈ ഇത് പറഞ്ഞു കൊടുത്ത് അവരെ ഉപയോഗിപ്പിച്ച് ഡെയിലി കുറച്ച് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ പോയി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നു തുടങ്ങി. അപ്പം സന്തോഷമായി. പഴയ വിക്കല് സംസാരമൊക്കെ മറവിയൊക്കെ കുറവ് വന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. ഒരു 30 പേരെ ചിന്തുകൊട്ട് പാട്ട് പഠിപ്പിക്കാൻ, 30 ശിഷ്യന്മാരെ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ ചിന്തുകൊട്ട് പാട്ട് പഠിപ്പിക്കാൻ നിൽക്കുവാണ്. 2 മണിക്കൂറോളം നിന്നാണ് ഇപ്പൊ ചെയ്യുന്നത്. അത്ര കലാകാരനാണ്. പിന്നെ വയോജന ക്ലബിന്റെ വാർഷികങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും ഈശ്വര പ്രാർത്ഥന പാടുന്നുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് അസുഖമൊന്നും വന്നില്ല. 73 വയസ്സ് പ്രായമുള്ളതുകൊണ്ട് വർക്കൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ ആ സന്തോഷമുണ്ട്. എനിക്ക് അതിലേറെ സന്തോഷമാണ്. അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന് ഞങ്ങളുടെ അടുത്തുള്ള വേറെ ഒരാൾക്ക് ഇതുപോലെ തന്നെ അപ്പോൾ മക്കൾ പറഞ്ഞു, ഗീത ചേച്ചിയുടെ വിശ്വാസമാണ്, എൻ്റെ അച്ഛൻ്റെ അസുഖം മാറുമെന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞു. എത്രയും വേഗം അച്ഛനെ രക്ഷിക്കും മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ഞാൻ ഫോളോ അപ്പ് ചെയ്തു. 2 വർഷമായിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പൊ അതേ മുറ്റത്തെ പുല്ലൊക്കെ പറിച്ച് സന്തോഷമായിട്ട് ആരോഗ്യവാനായിട്ട് നടക്കുന്നു. അങ്ങനെ സ്ട്രോക്ക് വന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു 4 രോഗികളെ എനിക്ക് സുഖപ്പെടുത്താൻ സാധിച്ചു. അതെന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. ഇത്ര വലിയ രോഗികളെ ആരോഗ്യത്തോടെ നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് രോഗിയില്ല, അദ്ദേഹത്തിന് പെയിന്റിങ് വർക്കാണ്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അത് കാരണം അതിൻ്റെതായ ടെൻഷനും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവരെ പണിക്ക് പോയിട്ടില്ല. അസുഖം സ്ട്രോക്ക് കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ പോയി കണ്ടപ്പോൾ. പക്ഷെ പാർക്കിൻസൺസിന്റെ അസുഖം, കൈ കാലൊക്കെ ഇങ്ങനെ തരിയൊരിപ്പൊക്കെയാണെന്നാ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം ഞാൻ ചെല്ലാന്ന് പറഞ്ഞു, നമ്മുടെ ലീഡറിനെയും കൂട്ടി ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ കുറെ പേരെ സുഖപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഞാനൊരു സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് 7 ജില്ലയുടെ ഞങ്ങളുടെ സംഘടനയുടെ. അപ്പൊ അതിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം തൃശ്ശൂർ ഒരു വനിതാ സമ്മേളനത്തിന് പോകുമ്പോൾ ഞങ്ങളുടെ ട്രാവലറിൽ ഒരു 16 പേരുണ്ടായിരുന്നു. അതിനകത്തൊരു വനിത, എൻ്റെ ഒരു ഫ്രണ്ട് കൂട്ടുകാരിയാണ്, അവള് കുഴഞ്ഞു വീണു ഭയങ്കര വിഷമത്തിലേക്ക് ഉറങ്ങിക്കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ താഴേക്ക് വീഴും. പിന്നെ എല്ലാവരും ടെൻഷൻ അടിച്ച് വേഗം ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വരട്ടെ, നമുക്ക് പോകാം, അതിനു മുമ്പ് ഇതൊന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബാഗിനകത്ത് വേറെ റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരുന്നു നീളമുള്ളത്, അത് കെട്ടിക്കൊടുത്തു. വേഗം കുപ്പിയിലെ വെള്ളം കുറച്ച് കുടിപ്പിച്ചു. ഒരു 10 മിനിറ്റ് താഴെ വന്നുള്ളൂ. അപ്പൊ അവളെ ഉറങ്ങി കഴിഞ്ഞിട്ട് പോലെ വേഗം കണ്ണു തുറന്നു. അപ്പൊ എനിക്ക് എന്താ പറ്റിയ? അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു എന്ത് പറ്റി എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഷുഗറിന്റെയും പ്രഷറിന്റെയും മരുന്ന് കഴിച്ചില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ മരുന്ന് കഴിച്ചില്ലേലും നമ്മുടെ ഈ പ്രോഡക്റ്റ് അവളെ സുഖപ്പെടുത്താൻ സാധിച്ചു. അങ്ങനെ വഴിയിൽ വെച്ച് തന്നെ ഹോസ്പിറ്റലിൽ പോവാതെ ഇത് ഉപയോഗിച്ച് പിന്നെ ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വൈകുന്നേരം 4 മണി വരെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് ഒരു കുഴപ്പമുണ്ടായില്ല. അത് വലിയൊരു സന്തോഷമാണ്. ആ ട്രാവലറിലെ 7 പേരും ഉടനെ തന്നെ എന്നോട് പ്രോഡക്റ്റ് മേടിക്കാന്ന് വാക്ക് പറയുകയും ചെയ്തു, മേടിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ കുറെ പേര് ഇപ്പോഴും എനിക്ക് നേരിൽ കണ്ട് സംസാരിച്ച് ഞങ്ങളുടെ ലീഡേഴ്സിന്റെ സഹായത്തോടെയും ഞാൻ ഒറ്റയ്ക്കും ഒക്കെ നമുക്കിത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടാണ്. ഹെൽത്ത് വെൽത്ത് ഹാപ്പി ആയിട്ട് നമുക്ക് 25 വർഷം ജീവിക്കാം. പിന്നെ ഞാൻ ഇനി കൂടുതൽ നീട്ടുന്നില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐ എം എ ബെസ്റ്റ്, ഞാൻ നല്ലവനാണ്. അതുപോലെ നമുക്ക് കുറെ അധികം ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങുക. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് കഴിയുമെന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. അതുപോലെ ടുഡേ ഈസ് മൈ ഡേ, ഇത് എൻ്റെ ഒരു ദിവസം തന്നെയാണ്. ഐ ആം എ വിന്നർ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ വിജയിക്കും ഉറപ്പായിട്ടും. അതിന് നമ്മളൊരു സ്കില്ല് ഉണ്ടാക്കണം. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പൊ ഇത്രയും ശരിക്കും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത നമ്മുടെ ടെസ്റ്റ് മണി ദിവസമാണ്. ഒരുപാട് പേർക്ക് ഇതിന്റെ റിസൾട്ട് പറയാൻ ഉള്ള അവസരമാണ്. മ്യൂട്ട് ഓണാക്കി എല്ലാവരും ക്യാമറ ഓണാക്കിക്കൊണ്ട് ഇതിൽ കയറിയിരിക്കുന്ന എല്ലാവരും ക്യാമറ ഓണാക്കിയിരിക്കുക. നല്ല നല്ല റിസൾട്ട് വരാൻ കേൾക്കാനും എല്ലാവരും അത് ആഗ്രഹിക്കുകയാണ്. വെൽക്കം ടു ഓൾ ലീഡേഴ്സ്.
ആദ്യ റിസൾട്ട് പറഞ്ഞു വെച്ചാൽ തുടങ്ങിക്കോളൂ. അങ്ങനെ ഇയർ ബാലൻസിന്റെ പ്രശ്നം, പിന്നെ എന്റെ കാല് കോച്ച് പിടിക്കുമായിരുന്നു, അത് പ്രശ്നം. പിന്നെ തണുത്ത വെള്ളം, എനിക്കാണെങ്കിൽ എല്ലാം തണുത്തതാണ് ഇഷ്ടം. ആഹാരമായാലും കുളിക്കുന്ന വെള്ളമായാലും എല്ലാം തണുത്തതാണ് ഇഷ്ടം. തണുത്ത വെള്ളത്തിൽ കുളിച്ചു പോയെങ്കിൽ എന്റെ വിരലുകളെല്ലാം കോച്ചി പിടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ചൂടുകാലത്ത് നല്ല ചൂടുവെള്ളം ഉപയോഗിച്ചായിരുന്നു കുളിക്കുന്നത്. ഇപ്പൊ 1.5 വർഷം കൊണ്ട് ഏത് മഴയത്ത് ഏത് പച്ചവെള്ളത്തിലും എനിക്ക് കുളിക്കാൻ പറ്റും. പിന്നെ എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ പിന്നെ ഷുഗർ 380 വരെയുണ്ടായിരുന്നു. അത് 3 ടാബ്ലറ്റ് ദിവസം കഴിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പൊ അവൻ ടാബ്ലറ്റ് ഒന്നും കഴിക്കണ്ട. പിന്നെ ഇന്നത്തെ ഒരു ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടന് രാവിലെ തൊട്ടൊരു പിന്നെ നമ്മുടെ ഏമ്പക്കം വരുന്ന കണക്കൊരു ഇതുണ്ടല്ലോ, അതും അങ്ങനെ വന്നു. അന്നേരം പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്നും മാറുന്നില്ല. രാത്രി ആയപ്പോഴും മാറുന്നില്ല. എന്താ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫില്ലോ പാടൊന്ന് ഈ കഴുത്തിന്റെ അടുത്തൊന്ന് ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് നമുക്കി വെച്ചൊന്ന് കടന്നു പോകാം. അയ്യോ ഭയങ്കര ഒരു റിസൾട്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇതങ്ങ് മാറി. ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര എന്തരാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു ചേട്ടനത്. അങ്ങനെ നമ്മൾ ഏമ്പക്കം വിടുന്ന കണക്ക് എപ്പോഴും ഒരു 5 മിനിറ്റ് കൊണ്ട് അതങ്ങ് മാറി. താങ്ക് യു. അത്രേ പറയുന്നുള്ളൂ, പറഞ്ഞാലും ഒരുപാട് പറയേണ്ടി വരും, അതുകൊണ്ട് അത്ര പറഞ്ഞു നിർത്തുക. കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. എല്ലാവർക്കും സുഖമാണെന്ന് ഇരിക്കട്ടെ. നേരുന്നു. ഞാൻ അബ്ദുറഹ്മാനാണ്, അറിയാം. നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം അൽഹംദുലില്ലാഹ് നമ്മൾ ഈ വർക്ക്, ഈ പ്രൊഡക്റ്റ് ഇതിൽ എത്തിച്ചത് നമ്മുടെ വയനാട്ടിലുള്ള ഷാവുൽ സാറാണ്, ബഷീർ സാർ, നസർ സാറും കൂടി എന്റെ കയ്യിലെത്തിച്ചു. ഏകദേശം 2.5-3 മാസം കഴിഞ്ഞ ഏകദേശം. ഞാൻ വളരെയധികം പുച്ഛിച്ച് തള്ളിയ ഒരാളായിരുന്നു. എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ ചെയ്തു. നമ്മൾ ഒരുപാട് കോൺസിലും തട്ടുകളിലൊക്കെ പെട്ടതല്ലേ. ചുരുക്കി പറയാണ്, ആ പ്രൊഡക്റ്റ് എന്റെ അളിയൻ ഭാര്യയുടെ ആങ്ങള തൃശ്ശൂർ താമസക്കാരനാണ്, ദുബൈയിലാണ്, അൽമദീനന്റെ ഒരു സൂപ്പർ മാനേജറാണ്. അദ്ദേഹത്തിന് 10-14 വർഷമായി ഏകദേശം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ പ്രൊഡക്റ്റ് ഞാൻ ഫസ്റ്റ് എന്റെ അളിയനോട് പറയുന്നത്. ഞാൻ ഷാവുൽ സാറെ പുച്ഛിച്ച് തള്ളിയാൽ നല്ല നിലയ്ക്ക് ഒഴിവാക്കിയെങ്കിലും എന്റെ മനസ്സ് പറഞ്ഞ് ചിലപ്പം നന്നായെങ്കിലോ എന്ന ഉദ്ദേശത്തോട് എന്റെ അളിയന് ഏകദേശം ഒരു 2-3 ദിവസത്തെ സർജറി കഴിഞ്ഞുകൊണ്ട് അവസാന പൈസ കൊടുക്കാം, പ്രൊഡക്റ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഒരു ആഴ്ചക്ക് 10 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് വീട്ടിൽ എത്തിച്ചുകൊണ്ട് അളിയന് 1 മാസം ലീവിന് ദുബായിൽ വന്നതായിരുന്നേ. പ്രൊഡക്റ്റ് കൊടുത്ത്, അത് മാത്രമല്ല ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ ഒരു ഹോസ്പിറ്റൽ ബുക്ക് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എന്റെ അളിയൻ. ഞങ്ങൾ പറഞ്ഞു, ഫിസിയോതെറാപ്പി ഇപ്പൊ ചെയ്യല്ല, ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. വളരെ സന്തോഷം. പ്രൊഡക്റ്റിന്റെ ആ വലിയ നമ്മുടെ സഹകരിച്ചാറെ ആ നല്ലൊരു മനസ്സ് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയത്. 16 വർഷത്തോളം വീട്ടിൽ കിടക്കാൻ പറ്റാത്ത എന്റെ അളിയൻ പിന്നെ വളരെ സന്തോഷം. ഒരു ഉപയോഗിച്ചത്, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഏകദേശം ഒരു 5 ദിവസം മുതൽ ഇന്ന് വരെ 2 മാസം കഴിഞ്ഞ് ഏകദേശം ഉപയോഗിക്കാണ്. ഗൾഫിലാ പുള്ളി കൊണ്ടുപോയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് എന്റെ ആളെ ഭർത്താവിന്റെ വിഷയങ്ങളും ഞങ്ങൾ ഒരുപാട് ആൾ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല സന്തോഷം. കമ്പിയിൽ എത്തിക്കൊണ്ട് നെറ്റ് പ്രോബ്ലം ആയിരുന്നു. ഓക്കെ സാറേ, താങ്ക് യു. അടുത്ത ആള് വാ. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് അമ്പിളി, കോട്ടക്കലാണ് വീട്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 3.5 വർഷമായി. എൻ്റെ റിസൾട്ട് എല്ലാ ആഴ്ചകളിലും ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇന്നലെ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ നിൽക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഇന്നലെ പാണക്കാട് ഷമീർ അലി തങ്ങള്, ഹമീദ് അലി തങ്ങള്, നിയാസ് അലി തങ്ങളൊക്കെ ഉള്ള നാട്ടിലേക്ക് ഞങ്ങൾ ഇന്നലെ പോയിരുന്നു. അവിടെ ഒരു ഉമ്മാക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് 15-ാം തീയതി ആയിരുന്നു പ്രൊഡക്റ്റ് കൊടുത്തത്. പ്രൊഡക്റ്റ് കൊടുക്കാൻ കാരണം തന്നെ ആ ലേഡി ഒരു 8-9 വർഷമായിട്ട് ഷുഗർ പേഷ്യന്റ് ആണ്. വീണിട്ട് കാലിനൊരു മുറിവ് പറ്റിയിരുന്നു. അതിനൊരു സർജറി ഒക്കെ കഴിഞ്ഞതായിരുന്നു. 9 മാസമായി സർജറി കഴിഞ്ഞിട്ട്. ഇന്ന് വരെ ആ മുറി ഉണങ്ങാൻ പ്രയാസമായിരുന്നു. കാരണം എന്തുകൊണ്ടെന്നറിയില്ല, അതില് കമ്പി ഇട്ടിട്ടുണ്ട്, കമ്പി എടുക്കാനൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഇവർക്ക് ആ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് മുറി ഉണങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ ആ ഉമ്മ കഴിക്കുന്ന മരുന്നിന്റെ അളവ്
ഒരു കഴിച്ച കൂടുകളുടെ അളവ്, ഒരു കൂട്ടം മരുന്നുകൾ കഴിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. റിസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പാഡും മാത്രമായിരുന്നു അവർക്ക് കൊടുത്തത്. കൊടുത്തു പോന്ന് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ മാട്രസ് കൊടുക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അത്രയും ടയേർഡായിരുന്നു ആ ഉമ്മ. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത 5-ാമത്തെ ദിവസം ഞങ്ങൾ ഇന്നലെയാണ് മാട്രസ് കൊടുക്കാൻ പോയത്. ആ ഗുളികയുടെ പാക്കറ്റുകളൊക്കെ എനിക്ക് എടുത്ത് കാണിച്ചു. ഏകദേശം 6000 രൂപയുടെ മരുന്ന് ഒരു മാസം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ള ഒരു ലേഡി. വെള്ളം നല്ല കുടിക്കും, പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കാലൊക്കെ വിരലൊക്കെ മടങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു. അതായത് രക്തോട്ടില്ലാഞ്ഞിട്ട് ഫുള്ള് തരിപ്പായിരുന്നു. 2-ാമത്തെ ദിവസം എന്നെ വിളിച്ചിരുന്നു. എനിക്കറിയില്ല, ഇത് ചുറ്റിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു ചെറിയ നീളമുള്ള റിസ്റ്റ് ബാൻഡ് കാലിൽ കെട്ടാന്, ആ നീളമില്ലാത്ത റിസ്റ്റ് ബാൻഡ് വലത്തെ കയ്യിൽ കെട്ടാൻ പ്രഷറുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ എനർജി പാഡ് വെള്ളത്തിന്റെ ബോട്ടിൽ ചുറ്റി വെക്കാനും പറഞ്ഞു. അത് വെള്ളം കുടിക്കാൻ പറഞ്ഞു. 2-ാമത്തെ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു അവര് കാലിന് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചില്. പക്ഷെ എത്രയും ദിവസം അവർക്ക് അതിന് ചൊറിച്ചിലോ വേദനയോ കുത്തിയാല് പോലും അറിയാത്തൊരു കാലമായിരുന്നു. അത്ഭുതപ്പെട്ടു പോയി 2-ാമത്തെ ദിവസം ഈ ഒരു കാലിന് ചൊറിച്ചില് വന്നപ്പോ. ധൈര്യമായിട്ട് നിൽക്ക്, നമ്മുടെ മാഗ്നൈറ്റേഴ്സ് വാട്ടർ എടുത്ത് കാലൊന്ന് കഴുകുക എന്ന് പറഞ്ഞപ്പോ കാല് ചൊറിച്ചിലിന് സമാധാനം കിട്ടി. ഇന്നലെ ഞങ്ങൾ പോയിരുന്ന സമയത്ത് ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കാൻ പോയിരുന്ന സമയത്ത് ആളെ പിടിച്ചോണ്ടാണ് ഹാളിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ ഇന്നലെ പോയപ്പോ ആള് സ്വന്തം വാക്കറില് നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. അതുപോലെ തന്നെ ഒരുപാട് മരുന്നിന്റെ അളവ് കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ലേഡിയനെ പറയണത്. നീ ഇന്നലെ മുതൽ മാട്രസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഹാപ്പിയിലാണ്. ഇതുപോലെ ഒരുപാട് വ്യക്തികൾ മെഡിസിൻ കഴിക്കുന്ന, ഇന്ന് നേരത്തെ സൂചിപ്പിച്ചു 12,500, നമ്മളെപ്പോഴും പത്ര കട്ടിങ് പറയുന്നുണ്ടല്ലേ, 12,500 കോടിയുടെ മരുന്നുകളാണ് ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മലയാളികൾ നമ്മൾ ആരായാലും 3000 കോടിയുടെ ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഇന്നലെ എനിക്ക് അനുഭവത്തിൽ കണ്ടു ഒരു കൊട്ട മരുന്നിന്റെ. അപ്പൊ ആ ലേഡി ഏകദേശം 9 വർഷത്തോളമായി ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. 9 വർഷം എന്ന് പറയുമ്പോ 8 വർഷം പിന്നിട്ടു. ഈ ഒരു 10-11 മാസമായിട്ട് വേറെ മെഡിസിനും കൂടി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഓരോ ദിവസവും. അപ്പൊ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് വ്യക്തികള്, അവർക്കൊക്കെ പാണക്കാട്ട് ഷമീർ അലി തങ്ങളൊക്കെ ഭയങ്കരമായ വിശ്വാസമുള്ള വ്യക്തികളാണ്. ഞാൻ ഫയൽ എടുത്ത് കാണിച്ചു. ആ ഒരൊറ്റ പൊസിഷനിൽ തന്നെ 10,000 രൂപ അപ്പൊ തന്നെ അവര് അന്ന് പോയെന്ന് തന്നെ എടുത്തു തന്ന വ്യക്തികളാ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മുടെ ജനസമൂഹത്തിലേക്ക് നമ്മൾ എവിടെയും എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പൊ എന്റെ ഒരു അറിവില്. അത്രയും പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഇന്നലെ എനിക്ക് കിട്ടിയത്. ഇനിയും റിസൾട്ട് 15 ദിവസം ആവുമ്പോഴത്തേക്കും ഒരുപാട് റിസൾട്ട് കിട്ടുന്നുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ദൈവം കയ്യൊപ്പ് വെച്ച പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു അനുഭവം അറിയാം, നമുക്ക് പോയി കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. ഇന്ന് ഈ ഒരു ഗ്രൂപ്പിൽ ഏകദേശം 161 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ലീഡേഴ്സ് ഒക്കെ അടങ്ങിയതാണ്, മനോജ് സാറൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. പക്ഷെ ഏകദേശം 150ഓളം പേരിൽ പുതിയ വ്യക്തികൾ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിലേക്ക് മറ്റൊരാള് വന്നിട്ട് ഈ പ്രൊഡക്റ്റ് കൊടുക്കാതെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയതുകൊണ്ട് നമ്മുടെ കൈകളിലൂടെ തന്നെ നമ്മുടെ എപ്പോഴും അതൊന്ന് ചെയ്യാം. നല്ല റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ദൈവത്തിനോടും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മളിലേക്ക് എത്തിച്ച മനോജ് സാറിനോടും അതുപോലെ എനിക്ക് എന്റെ ലീഡേഴ്സിനോടും, ഞാൻ ഷാജി സാറിന്റെയും പ്രീതി മാഡത്തിന്റെ ടീമിലാണ്, മഞ്ജു മാഡത്തിന്റെ ടീമിലാണ്. ദൈവം എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു അമ്പിളി മാഡം, അടിപൊളി റിസൾട്ട് ആണ്. ഒരുപാട് സന്തോഷം. അടുത്ത ആള് സിജി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഗീതമ്മ. വളരെ സന്തോഷം. എന്റെ മൂവാറ്റുപുഴ നാട്ടുകാരി മാഡം. എന്റെ പേര് സിറ്റി ശ്രീജിത്ത്. എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ മൂവാറ്റുപുഴ പായിപ്രയ്ക്ക് അടുത്ത് മണ്ണൂരാണ് എന്റെ സ്ഥലം. ഞാനിപ്പോ സാറിന്റെ കീഴില് യൂനിസ് സാറിന്റെ ഒക്കെ കീഴില് ഞാൻ ടൗൺ ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഇന്ന് എന്റെ പ്രൊഫഷൻ പറഞ്ഞില്ല, പ്രൊഫഷൻ നേഴ്സിംഗ് ആയിരുന്നു. ഇന്ന് അതൊക്കെ റിസൈൻ ചെയ്തിട്ട് നല്ല കോൺഫിഡന്റോടെ ഈ പ്രൊഡക്റ്റുമായിട്ട് ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. എനിക്ക് ഇന്ന് റിസൾട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഒരു 8 മണിയുടെ ഇത് പറഞ്ഞപ്പോ റിസൾട്ട് പറഞ്ഞപ്പോ തന്നെ ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു
എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം സൺഡേ തന്നെ ഒരു റിസൾട്ടും കൂടി ഒരു എക്സ്പീരിയൻസ് കൂടെ എനിക്ക് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞു. കാരണം കുറച്ചു പേർക്ക് ഗീത മാമിനൊക്കെ അറിയാൻ, കഴിഞ്ഞ ഒരു ഓണം സെലിബ്രേഷൻ എറണാകുളത്ത് വെച്ച് എന്റെ ഒരു വേദിയിൽ എന്റെ മകൾ ഡാൻസ് കളിക്കണ്ടായി. കുറച്ചു പേര് കണ്ടു കാണും. എന്റെ മോൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. താരം കൂടിയിട്ട് മോൾക്ക് നല്ല അലർജി വന്ന് ഈ മുടി ചൊറി പോലെ വന്നു, മൊത്തം ചൊറി പോലെ വന്നു, ഇൻഫെക്ഷൻ ആയി. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, എന്റെ മകൾക്ക് ദൈവം സഹായിച്ച് ഒരു മെഡിസിൻ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാ മെഡിസിൻ അലർജി. ഒരു പനി വന്നാൽ പോലും എന്റെ കുഞ്ഞിന് ഒരു പാരസെറ്റാമോൾ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒരു പാരസെറ്റാമോൾ കൊടുത്ത മൊത്തം മേലെ അലർജിയായി, ഉള്ളം കൈയൊക്കെ ഇരുന്ന് ചൊറിയണ കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല. ഞാനും കൂടി ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്നു, ആ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് ഈ തലയുടെ താരം മാറാൻ വേണ്ടി ആന്റിബയോട്ടിക് കൊടുത്തു. ആ ആന്റിബയോട്ടിക്കും അലർജിയായി. മകള് രാത്രി മുഴുവൻ ഇരുന്ന് എഴുന്നേറ്റ് ചൊറിച്ചില് തന്നെ. രാവിലെ എഴുന്നേറ്റ് സങ്കടത്തോടെ ആണെങ്കിൽ പോലും എന്റെ അമ്മ ഒത്തിരി ആ കൊച്ചിന് മുടി വളരാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യണം. അമ്മയ്ക്ക് ഇഷ്ടമല്ല മോളുടെ മുടിയിൽ ആരും തൊടുന്ന പോലും. കാരണം അതുപോലെ അമ്മ ശരിക്കും നോക്കുമായിരുന്നു മുടി. 2 നേരം കഴുകും, അങ്ങനെയൊക്കെ ചെയ്ത് മുടി ആരും തൊടുക്കും. ഒരു കുറ്റം പോലും പറയാൻ പറ്റില്ല. മുടി നോക്കിയിട്ട് ഒരു കുറ്റം പോലും പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ മുടി ഞാൻ രണ്ടും കൽപ്പിച്ച് കഴിഞ്ഞ് ആ റിസൾട്ട് പറയണേ എന്റെ കുറച്ച് മുമ്പ് തന്നെ വെട്ടി, സങ്കടത്തോടെ ആയാലും വെട്ടി. കാരണം അതുപോലെ മുടി ഇങ്ങനെ പസ് വന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ തുറന്നു നോക്കുന്നത് സ്മെല്ല് വരുന്ന രീതിയിലായിരുന്നു. സങ്കടത്തോടെ ഞാൻ ആ മുടി വെട്ടിയ ശേഷം തല നമ്മുടെ വാട്ടർ വെച്ചിട്ടുള്ള വെള്ളത്തിലെന്ന് ആ മുടി ശരിക്കും കഴിയുമ്പോ ഞാൻ പറഞ്ഞു, ഞാനിത് ഇനിയിപ്പോ ഒരു മെഡിസിനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒക്കെ മെഡിസിൻ അലർജിയാണ്. അപ്പൊ ഞാൻ 2 കൽപ്പിച്ചതെല്ലാം നന്നായിട്ട് 2 ദിവസമായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ കഴുകി. 3-ാമത്തെ ദിവസം നോക്കുമ്പോ തലയിൽ എവിടെയാണ് ഒരു താരന്റെ പ്രശ്നം, എവിടെയാണ് മുടിയിൽ അവിടെ ഇങ്ങനെ പരുപരൂന്ന് ഇങ്ങനെ ചൊറി പോലെ വന്നത്, അതൊക്കെ എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ മാറി എന്നുള്ളതാണ്. കാരണം ഒരു മുടി ഇങ്ങനെ തല ഇങ്ങനെ കൈയിട്ട് മുടിയുടെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റാത്ത രീതിയിൽ അലർജി ആയിരുന്ന ആ തലയില് 2 ദിവസം ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം, അത്ഭുതം എന്ന് പറയട്ടെ കേട്ടോ. ഞാൻ എന്റെ ലീഡറിനെ സാറിനേക്ക് വന്നപ്പോ കാണിച്ചു കൊടുത്തു. സാർ ഇത് എന്റെ കൊച്ചിന്റെ മുടിയില് എവിടെയാണ് ആ താരന്റെ പ്രശ്നം എന്ന് നോക്കുന്നത് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അത്രയ്ക്കും റിസൾട്ട് ആയിരുന്നു. 2 ദിവസം കൊണ്ട് എന്റെ കൊച്ചിന്റെ മൊത്തം ആ അലർജി മൊത്തം മാറുകയും താരന്റെ പ്രശ്നം ഒന്നുമില്ല, അതുപോലെ നല്ല രീതിയിൽ മാറി. ഇപ്പോ മോള് ഒരു 14 ദിവസമായി സ്കൂളിൽ പോയിട്ട് തന്നെ. ഇപ്പോഴത്തേക്ക് 2 ദിവസം കൊണ്ട് സ്കൂളിൽ വിടാവുന്ന രീതിയിലാണ്. അതുപോലെ റിസൾട്ട്, അത്രയ്ക്ക് റിസൾട്ട് ആയി. ഞാൻ പുതിയതായി കടന്നു വന്നവരോട് ഞാൻ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയേക്കണ ദൈവസ്പർശമായ ബിസിനസ്സും അതുപോലെ പ്രൊഡക്റ്റുമാണ്. വിശ്വസിച്ച് നമുക്ക് ഏത് കുടിലും കൊട്ടാരത്തിലും കൊടുക്കാം. കാരണം ഞാൻ ഇപ്പൊ തുടക്കം കയറി വന്നിട്ട് ഒരു 2 മാസമായുള്ളൂ. ഞാൻ ഇത്ര കോൺഫിഡന്റ്, എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടിയോണ്ട് ഞാൻ പറയുന്നത്. കാരണം എന്റെ 3 വർഷമായിട്ടുള്ള അലർജിയുടെ പ്രശ്നം മാറി. അതുപോലെ തന്നെ എന്റെ തൈറോയിഡിന്റെ ഹൈപ്പോതൈറോയിഡ് ആയിരുന്നു, വണ്ണം വെക്കുന്ന തൈറോയിഡ് ആയിരുന്നു. ഇന്ന് എനിക്ക് തൈറോയിഡിന് നല്ല റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ അലർജി, ഒരു വീട്ടിലൊരു ഗുഡ് നൈറ്റിന്റെ കോയിൽ പോലും കത്തിക്കാൻ പറ്റാത്ത, ഒരു ചന്ദനത്തിന്റെ സ്മെല്ല് പോലും അടിക്കാൻ പറ്റാത്ത ഞാൻ ഇന്ന് ഇത്ര നല്ല റിസൾട്ട് പറയണമെങ്കിൽ ഞാൻ പറയാണ്, നമ്മുടെ കയ്യിൽ കിട്ടിയത് ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് ദൈവസ്പർശമായ ദൈവം നമുക്ക് ഇറങ്ങി തന്ന് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കണം. ഒരു അടിപൊളി പ്രൊഡക്റ്റും അടിപൊളി ബിസിനസ്സുമാണ്. അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ റിച്ച് ആവും എന്ന് പറയണത്. നമ്മൾ വേറൊരു ലെവലിലാണ്, നമ്മൾ റിച്ച് ആവും. നാളെ നമുക്ക് ഗുഡ് മോർണിംഗ് പറയണം, റിച്ച് മോർണിംഗ് പറയണം. കാരണം അതുപോലെ നമ്മൾ സത്യം, എനിക്ക് നല്ല കോൺഫിഡൻസ്, നമ്മൾ ഇതിനകത്ത് ഉയരുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ആരോടും കള്ളത്തരം പറയുന്നില്ല. നമ്മൾ ആരോടും ഈ ബിസിനസ്, ഈ പ്രൊഡക്റ്റ് എങ്ങനെയും കയ്യിൽ പോകാൻ വേണ്ടി ഒരു കുറവോ കൂടുതലോ ഒന്നും പറയുന്നില്ല. നമുക്ക് കിട്ടിയ റിസൾട്ട് പറഞ്ഞാൽ മാത്രം മതി നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. അതൊരു നമുക്ക് എന്താ പറയണത്, നമുക്ക് ഒരാൾക്ക് ഒരു അന്നം കൊടുക്കുന്നതിന് അത്രയും മഹത്വം തന്നെയാണ് നമുക്ക് ഒരാളുടെ വേദനയിൽ നമുക്ക് പങ്കുചേരാൻ. ആ വേദന അവർക്ക് കുറയ്ക്കാൻ സാധിച്ചാൽ
നമ്മൾ പിന്നെ അത്രയും വലിയ മഹത്വം നമ്മൾ വേറെ എന്ത് ചെയ്താലും ഇല്ല. അപ്പൊ അതുപോലെ നമുക്ക് അത്രയും ദൈവസ്പർശമായ ബിസിനസ്സും പ്രൊഡക്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകണം. വിജയം നമുക്ക് ഉറപ്പാണ്. പുതിയതായി കടന്നു വന്നവർക്ക് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അടിപൊളി പ്രൊഡക്റ്റ്, നല്ല ഒരു ഇത് ദയവായിട്ട് തന്നേക്കണം. അപ്പൊ അതിനും ഇനി കയറി വന്നോട് ഉത്തരം പറയാനുള്ളൂ, ഇത് മുറുകെ പിടിക്കുക, മുമ്പോട്ട് പോകുക. അപ്പൊ താങ്ക് യു ഗീത മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു സുജി മാഡം. ഒരു വെറൈറ്റി റിസൾട്ട് ആണ് പറഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട് ഇതില്. ഓക്കെ, നമസ്കാരം. നല്ല പറയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. എന്റെ പേര് ജെയിംസ് എന്നാ. കേൾക്കാമോ എല്ലാവർക്കും? മാം, ഞാൻ ഈ ഒത്തിരി കാലത്തിന് ശേഷമായി ഈ രാവിലത്തെ ഈ മോർണിംഗ് മീറ്റിംഗിൽ, പ്രത്യേകിച്ച് സൺഡേ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ രാജു സാറിന്റെ, പത്തനാപുരം രാജു സാറിന്റെ ലൈനിലുള്ള ആളാണ്. രാജു സാറ് എനിക്കൊരു ഫാം ആയിരുന്നു. ഞാൻ ഒരു വർഷമായി ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. രാജു സാർ എന്റെ ഫാമിൽ വരുമ്പോ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന സാധനമാണിത്. ഞാൻ ഒത്തിരി ഇതായിട്ട് പറയുന്നില്ല. ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ വളരെ മടിയോടുകൂടി ആണ് മേടിക്കുന്നത്. കാരണം രാജ് സാറ് ഈ പ്രൊഡക്റ്റ് തരുമ്പോൾ രാജ് സാറിന്റെ എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞിട്ടാണ് എനിക്ക് സാധനം തരുന്നത്. ഞാനൊരു ലീസ് ബോധേഡായിട്ട് രാജ് സാറിനെ അവോയ്ഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് സത്യത്തിൽ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ മേടിക്കാൻ തുടങ്ങി. എൻ്റെ ഈ ജോയിന്റുകൾക്കുള്ള RA ഫാക്ടർ, ആർത്രൈറ്റിസിന്റെ പ്രശ്നം മാറി. 2, എനിക്കാണെങ്കിൽ നടക്കുമ്പം ഞാൻ കാല് വലിച്ച് അത് നിരക്കി നടക്കുമായിരുന്നു. ആ ഒരു പ്രശ്നം മാറി. 3, എൻ്റെ വൈഫിന്റെ ഇൻഹെയിലർ, പുള്ളിക്കാരി രാത്രി 2 മണിയാകുമ്പോൾ മുതൽ ഇൻഹെയിലർ ഉപയോഗിക്കുമായിരുന്നു. ആ ഇൻഹെയിലർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം മുതൽ ഇന്ന് ഏകദേശം ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഈ 1 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും ഇൻഹെയിലർ ഉപയോഗിച്ചിട്ടില്ല. രാത്രി 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇൻഹേലർ ഉപയോഗിക്കുന്ന എൻ്റെ ഭാര്യ ഇൻഹേലർ മാറ്റി. പുള്ളിക്കാരിക്ക് ഭയങ്കര പൊടി അലർജി ആയിരുന്നു. ആ പൊടി ഇപ്പൊ ഏത് പൊടിയും തൂക്കുക, എടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മിറക്കിൾ റിസൾട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഗ്രൂപ്പിൽ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. 25 വർഷത്തോളം എനിക്ക് റെഡ് മീറ്റ് അലർജി ഉണ്ടായിരുന്നു. അതായത് ബീഫ്, മട്ടണ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചാൽ എൻ്റെ ദേഹം മൊത്തം ചൊറിഞ്ഞു തടിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും പത്തനാപുരം രാജ് സാറും അമ്മാമയും കൂടെ ഒരു യാത്ര പോയിട്ട് വരുന്ന വഴിക്ക് ഒരിടത്ത് വെച്ച് ഒരു 4 മാസമായി ഇപ്പം ഈ ഒരു ബീഫിന്റെ പിന്നെ കട്ട്ലേറ്റ് കഴിക്കാനിടയായി. ഞാൻ നോക്കുമ്പോൾ വൈകിട്ട് എനിക്ക് ചൊറിയുന്നില്ല. സ്റ്റിൽ ഇപ്പൊ ഒരു 4 മാസം കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിലും വലിയൊരു മിറക്കിൾ റിസൾട്ട് പറയാനാണ് ഇന്ന് ഞാൻ സത്യത്തിൽ കയറിയത്. ഞാൻ 1997 ആദ്യമായി ഗൾഫിൽ പോകാൻ വേണ്ടി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഇന്റർവ്യൂ കൊടുത്ത് എനിക്ക് വിസ വന്ന് ഞാൻ മെഡിക്കൽ കൊടുക്കുമ്പോൾ എനിക്ക് ഹെപ്പാറ്റൈറ്റിസ് ബി ഉണ്ടായിരുന്നു. എന്റെ റിസൾട്ട് എല്ലാം എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഇപ്പം വിത്ത് ഫുൾ എവിഡൻസിലാണ് ഞാനിത് പറയുന്നത്. 97 ഹെപ്പാറ്റൈറ്റിസ് ബി ഫൈൻഡ് ഔട്ട് ചെയ്തു. എനിക്ക് ഒരു ഗൾഫ് രാജ്യങ്ങളിൽ കയറാൻ സാധിച്ചില്ല. 2015 ഞാൻ ഫോഴ്സ്ഫുള്ളി ബഹറിൽ വരെ ഒന്ന് പോയി. അവിടെ ചെന്ന് മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഹെപ്പാറ്റൈറ്റിസ് ബി. അവരെന്നെ പിറ്റേ ദിവസം അവിടെ നിന്ന് പാക്ക് ചെയ്തു. അങ്ങനെ 3 മാസം ഞാൻ ബഹറിൽ ജീവിതം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. എന്നെ പ്രവാസി എന്ന് വിളിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ വിദേശ രാജ്യങ്ങളിൽ ഒരു രാജ്യമേ പോയിട്ടുള്ളൂ. അപ്പോ എനിക്ക് നാട്ടിൽ ബിസിനസ് ഉണ്ട്. ഞാൻ ഈ ഹെപ്പാറ്റൈറ്റിസ് ബി ജീവിതത്തെ മാറിയ കേസ് എന്റെ അനുഭവത്തിൽ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഹെപ്പാറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ ഇത് ബ്ലഡിനകത്ത് ഇങ്ങനെ കിടക്കും. ഞാൻ 2012 മുതൽ സ്ഥിരമായി മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ടെൻവീർ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഇപ്പോഴും എൻ്റെ ബോട്ടിലിരിക്കുന്നു. ടെൻവീർ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ഏകദേശം 2000 ചില്ലുവാൻ രൂപ വിലയാണ് ഒരു മാസത്തെ ടാബ്ലറ്റിന്. ഇതെനിക്ക് കോഴഞ്ചേരി മെഡിക്കൽ മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ പീറ്റർ മണക്ക് എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ സാധനം തന്നത്. പുള്ളി പറഞ്ഞു, ജെയിംസ് ഇത് എല്ലാ കാലവും കഴിച്ചുകൊണ്ടിരിക്കണം, കാരണം ലിവറിന്
പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമാണിത്. ഇത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്തിൽ ലിവർ സിറോസിസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജെയിംസ് സ്ഥിരമായി മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2020 കൊറോണ സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. 2023 വീണ്ടും ഞാൻ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എൻ്റെ പറഞ്ഞു, എന്തുകൊണ്ടാ മരുന്ന് കഴിച്ചില്ല? ഞാൻ പറഞ്ഞില്ലയോ ഇത് ഭയങ്കര ആപത്തുള്ളൊരു സാധനമാണ്. ഹെപ്പാറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന സാധനം ലാസ്റ്റിൽ ആൾക്കാരെ എല്ലാം കൊണ്ടുപോകുന്നത് ലിവർ സിറോസിസിലൂടെ. അതുകൊണ്ട് നീ ആ മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കൂടെ ഞാൻ ആ മെഡിസിൻ കഴിച്ചിട്ട് വീണ്ടും ഞാൻ ഈ മെഡിസിൻ അങ്ങ് നിർത്തി. ലാസ്റ്റ് 2 years ഞാൻ ഈ മെഡിസിൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ മാസം, അതായത് ഓഗസ്റ്റ് കഴിഞ്ഞ മാസം 8-ാം തീയതി എനിക്ക് വയറിന്റെ ഈ പോർഷനിൽ ഒരു വേദന, ഈ ലിവറിന്റെ ഈ സൈഡിലൊരു വേദന. അപ്പൊ നമ്മുടെ ചെങ്ങന്നൂർ KMC-യിൽ വിളിച്ചിട്ട് ഞാനൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ ഡോക്ടറിന്റെ ചെന്നു. ഡോക്ടർ എൻ്റെ പറഞ്ഞു, ജെയിംസ് ഒരു കാര്യം ചെയ്യും, മൊത്തം ബ്ലഡ്, ഞാൻ എൻ്റെ ഹിസ്റ്ററി എല്ലാം പറഞ്ഞു. എനിക്ക് 97 മുതൽ ഹെപ്പാറ്റൈറ്റിസ് ബി ഉണ്ടെന്ന് പറഞ്ഞു. ഈ റിസൾട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ പറഞ്ഞു, ഒരു ഫുൾ മെഡിക്കൽ ചെക്കപ്പ് വിത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുൾ ബ്ലഡ് ടെസ്റ്റ് അത് കൾച്ചർ ചെയ്യുന്നത് അതിന്റെ വൈറൽ ലോഡ് എന്നാ പറയുന്നത്. ഈ ഹെപ്പാറ്റൈറ്റിസ് ബിയുടെ വൈറൽ ലോഡെല്ലാം ചെക്ക് ചെയ്യുന്നത് പൂനെയിൽ അയച്ചു കൊടുത്താൽ ചെക്ക് ചെയ്യുന്നത്. ഭയങ്കര റേറ്റുമാണ്. അറൗണ്ട് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മാത്രം അറൗണ്ട് 10,000 rupees. അപ്പം ആ വൈറൽ ലോഡിനകത്താണ് നമുക്ക് ഹെപ്പാറ്റൈറ്റിസ് ബിയുടെ ലോഡ് അറിയുന്നത്, എത്രത്തോളം നമ്മളെ ഹെപ്പാറ്റൈറ്റിസ് ബി ബാധിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. 2023 എന്റെ ഹെപ്പാറ്റൈറ്റിസ് ബിയുടെ വൈറൽ ലോഡ് എന്ന് പറഞ്ഞാൽ 5,000 സംതിങ് ആയിരുന്നു. റിസൾട്ട് വന്ന് ഞാൻ ഈ റിസൾട്ട് സത്യം പറഞ്ഞാൽ പേടിച്ച് ഞാൻ തുറന്നില്ല. ഞാൻ ഈ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ നോക്കി ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ സാറേ ചിരിക്കുന്നേ? ജെയിംസ്, നിങ്ങൾക്ക് ഹെപ്പാറ്റൈറ്റിസ് ബി മാറി. സത്യം ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ഈ റിസൾട്ട് കണ്ടിട്ട്, എന്റെ വൈഫും ഈ റിസൾട്ട് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുക. കാരണം എങ്ങനെ ഈ റിസൾട്ട് ഇങ്ങനെ നെഗറ്റീവായി. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ രാജ് ഡോക്ടറെ വിളിച്ചപ്പോൾ രാജ് ഡോക്ടർ എന്നോട് പറഞ്ഞു, 3 സൈക്കിള് നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ നമ്മുടെ RBCയുടെ 3 സൈക്കിൾ ഉണ്ട്. ആ 3rd സൈക്കിൾ കഴിയുമ്പോൾ നമ്മുടെ ഫുൾ RBC, പുതിയ RBC ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ 1 വർഷം കൊണ്ട് ഈ ബയോട്ടോറിയം ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്റെ ബ്ലഡിലുള്ള കംപ്ലീറ്റ് RBCയുടെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. RBCയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എണ്ണം കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിന്റെ എണ്ണം വളരെ ഡൗൺ ആയി. മറ്റ് വൈറസുകളുടെ എണ്ണം വീക്കായി. അതിനെ അതായത് കുറച്ചുകൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചു. എന്റെ ഒരു മിറക്കിൾ റിസൾട്ടാണിത്. ഞാൻ നമ്മുടെ മിനിസ്റ്റർ വീണ ജോർജിന് ഈ ഒരു സാധനം കൊടുത്തായിരുന്നു. ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിലേക്ക് പറഞ്ഞു, ഇത് ഇങ്ങനൊരു സാധനമുണ്ട്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് എപ്പോഴും എന്റെ വീട്ടിൽ വരും. ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയതുകൊണ്ട് ഞാൻ ഈ സാധനം പറഞ്ഞപ്പോൾ പുള്ളിക്കാരനും കൊടുത്തു. പുള്ളിക്കാരന് പാർക്കിൻസൺസിന്റെ അസുഖമുണ്ട്. പുള്ളിക്കാരന് ഒരുപാട് വ്യത്യാസമുണ്ട്. പുള്ളിക്കാരി ഇൻഹേലർ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലൊരു റിസൾട്ട് നമുക്ക് തന്ന ഈ ബയോട്ടോറിയത്തിന് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ലീഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് രാജു സാറ്, മനോജ് സാറ്, ഇവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ജയ് ബയോട്ടോറിയം. താങ്ക് യു ജെയിംസ് സാർ, താങ്ക് യു സോ മച്ച്. അടിപൊളി റിസൾട്ടാണ്, മിറാക്കിൾ റിസൾട്ടാണ്. അതിന് നമ്മുടെ വമ്പന്മാരായ നമ്മുടെ പ്രധാന നേതാക്കന്മാരെ ദൈവത്തിനൊപ്പം തുല്യരായിട്ട് നിൽക്കുന്ന നമ്മുടെ മനോജ് സാറും ഡോക്ടർ രാജേഷ് സാറിനോടൊപ്പം പ്രവർത്തിക്കുന്ന ജെയിംസ് സാറിന് ഒരുപാട് ഭാഗ്യമുണ്ട്. ഏതായാലും നമ്മുടെ എല്ലാവരുടെയും വേണ്ടപ്പെട്ട ലീഡേഴ്സാണല്ലോ ഇതിൽ കൂടിയിരിക്കുന്നതല്ല. എല്ലാവരും അവരുടെ റിസൾട്ട് ഇനി ഇതുപോലെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അടുത്ത ആളിലേക്ക് പോകാം. താങ്ക് യു സാർ. ഷാജി റസാഖാണ്. ഞാൻ കളമശ്ശേരിയിലാണ്, യൂണിവേഴ്സിറ്റിയുടെ ടീമിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. എനിക്ക് ഒരു 3-5 ദിവസമായിട്ട് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ കണ്ണിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ണിന് ഭയങ്കര വേദനയും നീരും ഒരു ചെറിയൊരു കുരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഈ വലത്തെ കണ്ണിലാണുള്ളത്, ഈ കണ്ണിലാണുള്ള ഒരു കുരു ഉള്ളത്. അപ്പൊ ഈ കുരു ഇങ്ങനെ ആയിരുന്നില്ല, നല്ല നീരും നല്ല വലുപ്പുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ചെയ്തോളാം. അപ്പൊ ഈ വാട്ടർ നമ്മുടെ മാഗ്നറ്റിസ് വാട്ടർ ഞാൻ ഇപ്പോഴും ഈ 3-5 ദിവസമായിട്ട് ഞാൻ മാഗ്നറ്റിസ് വാട്ടർ നന്നായിട്ട് ബോധം കഴുകും, എന്നിട്ട് കണ്ണിൽ നന്നായിട്ട് ഇതാക്കും. അതുകൂടാതെ മാഗ്നറ്റിസ് വാട്ടർ നമ്മുടെ
പെയിൻ റിലീഫ് ബാൻഡ് തലയിൽ ഞാൻ കെട്ടും. ഭയങ്കര പെയിൻ ആയിരുന്നു, നല്ല വേദന വെച്ചാൽ ഭയങ്കര വേദനയായിരുന്നു എനിക്ക്, അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പെയിൻ റിലീഫ് ബാൻഡ് ഞാൻ തലയിൽ കെട്ടും, വെള്ളം കുടിക്കും. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നം ഇപ്പൊ ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പ് നമ്മുടെ ഗീത മാഡത്തിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. ഇപ്പൊ ഗീത മാഡത്തിനും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ഗീത മാഡം പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ ഉപയോഗിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. എനിക്കിപ്പോ യാതൊരു പ്രശ്നമില്ല, അത്രയും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെനിക്ക് പറയണമെന്ന് തോന്നി, എല്ലാവരും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് 2 സ്പോട്ട് റിസൾട്ട് ഇതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 191 പേര് ഇന്നിപ്പോ ഉണ്ട് ഓൾറെഡി. അപ്പൊ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിസൾട്ട് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഞാൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിന്റെ തലവേദനയായിരുന്നു. അപ്പൊ കിടന്നിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും, തല ഇങ്ങനെ പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുക, വല്ലാതെ കരഞ്ഞോണ്ടിരിക്കുക കുട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അടുത്ത് പോയി എന്താ മോളെ ചോദിച്ചപ്പോ എനിക്ക് അങ്ങളെ മൈഗ്രെയിന്റെ പ്രശ്നമുണ്ട്, ഇപ്പൊ തലവേദന ഇളകിയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ഞാൻ അപ്പൊ തന്നെ ഞാൻ നമ്മുടെ പെയിൻ റിലീഫ് ബാൻഡ് ഞാൻ കെട്ടിക്കൊടുത്ത് നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ കൊടുത്തു. 5 മിനിറ്റ് കൊണ്ട് ആ കുട്ടിയുടെ വേദന മാറി. ശരിക്കും പറഞ്ഞാൽ അത്രയും സന്തോഷത്തിലാണ് ആ കുട്ടിയെ എന്നെ പിരിഞ്ഞു പോയത്. പിന്നെ അതുകൂടാതെ വേറെ സ്പോട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ മലപ്പുറത്ത് നിന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ട്രെയിനിൽ, ഞാൻ എല്ലാവരുമായിട്ട് ഞാൻ പെട്ടെന്ന് ചങ്ങാത്താവുന്ന ഒരു കൂട്ടത്തില്ല. അപ്പൊ ഒരു പയ്യൻ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ നെഞ്ചിങ്ങനെ ആകുന്ന സമയത്ത് ഞാൻ എന്ത് പറ്റി മോനെ ചോദിച്ചപ്പോ, അങ്ങളെ എനിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം, എനിക്ക് ശ്വാസം മുട്ടൊക്കെ വരാറുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് എന്താ വല്ലാത്ത വിമ്മിഷ്ടം, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അങ്ങളെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് റിസ്പാൻഡ് കയ്യിലങ്ങ് കെട്ടി കൊടുത്തു. അതുകൂടാതെ നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ ഞാൻ നന്നായിട്ട് കുടിപ്പിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് 5 മിനിറ്റ് പോലും അവന്റെ പ്രശ്നം മാറി. അപ്പൊ അങ്ങനെയുള്ള റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 56 വയസ്സ്, ഞാൻ വയസ്സ് എന്ന് പറയുന്നത് ഇതില് പ്രായമുള്ള ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടാകാം. ഇപ്പൊ 56 വയസ്സ് എനിക്കുണ്ട്. ഈ പ്രായത്തിൽ എനിക്ക് 50 വയസ്സ് മുതൽ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, മലബന്ധം ഉണ്ടായിരുന്നു, കൈകാല് വേദന, കാലുമുട്ട് വേദന, യൂറിനറി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, വെരിക്കോസ് വെയിന്റെ പ്രോബ്ലം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ ഒരു വർഷത്തിന് മേലെ, ഇപ്പൊ 1 വർഷം ഏകദേശമായി ഈ ബട്ടറത്തിന് വന്നിട്ട്. വളരെ സന്തോഷത്തോട് ഞാൻ നിങ്ങളെ അറിയിക്കുക, 1 വർഷത്തിന് മേലെയായി ഞാൻ വന്നിട്ട്. അപ്പൊ ഇത് 1 മാസം പോലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. കാരണം ഞാൻ ഈ ഒരു പ്രശ്നങ്ങൾ മൂലം ഞാൻ അലോപ്പതി മരുന്നുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ട്രീറ്റ്മെന്റ്സും, ആയുർവേദം, ഹോമിയോ, പിന്നെ സപ്ലിമെന്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ അതെല്ലാം ചെയ്യുന്ന സമയത്ത് എന്താ, ആ സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടുന്നല്ലാതെ നമുക്ക് എന്താ പറയാ ശാശ്വതമായ ഒരു പരിഹാരം ലഭിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് യാതൊരു അസുഖവുമില്ല, ഏറ്റവും നല്ല ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പോട്ട് റിസൾട്ട്സ് ധാരാളം, ഇഷ്ടംപോലെ റിസൾട്ട്സ് ഇപ്പൊ എല്ലാവർക്കും പ്രൊഡക്റ്റ് ധാരാളം. ഇപ്പൊ ഇന്നലെ ഒരു ഫാമിലി ഞാൻ പോയി സംസാരിച്ചു. അവർക്ക് കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ ആൾക്കാരാ, പക്ഷെ വേറെ എന്തോ കാര്യത്തിൽ എടുത്ത് വെച്ചിരുന്ന കാശ് അപ്പൊ തന്നെ 50 രൂപയുടെ പ്രൊഡക്റ്റ് 9,800 സ്പോട്ട് സെയിൽ എനിക്ക് നടന്നുള്ളതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ബാക്ടീരിയം അത്രയും എന്താ പറയാ ദൈവികം എന്നല്ല, അത്രയും 10,000 ദൈവികം എന്ന് നമുക്ക് പറയണം. അപ്പൊ നമുക്ക് അത്രയും നല്ലൊരു പുണ്യമായിട്ടുള്ള, നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹീതരാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും ധാരാളം ആൾക്കാരിലേക്ക് ഈ ബാക്ടീരിയത്തിന്റെ പ്രൊഡക്ട്സും കാര്യങ്ങളും നമ്മൾ എത്തിക്കണം. നമ്മളത് കടമയാണ്, നമ്മുടെ ഒരു കടമയായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ധാരാളം ആൾക്കാർക്ക് ആരോഗ്യ സമ്പത്ത് നമുക്ക് നൽകണം. സമ്പത്ത് ഐശ്വര്യങ്ങൾ ഞാൻ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷാജിദ് സർ, അടിപൊളി റിസൾട്ട് ആണ്. നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ട് കണ്ണ് 2 അതിലും മുക്കി കുറച്ചു നേരം പിടിച്ചാൽ മതി. കണ്ണിന്റെ പീളകെട്ടല്, കണ്ണിന്റെ ചുവപ്പ്, അങ്ങനെ എന്തെങ്കിലും വേദനകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടും. എനിക്ക് അങ്ങനെ ഉറപ്പായിട്ടുള്ള റിസൾട്ട് കിട്ടിയ ആളാണ്. ഓക്കെ, താങ്ക് യു സാർ. അടിപൊളി. മോർണിംഗ് മോൾ. ഗുഡ് മോർണിംഗ്. ഞാൻ എന്നെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത് ബഹുമാന്യനായ അലിസാറാണ്. അപ്പോ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. ഞാൻ ഇതിന്റെ ഒരു പ്രൊമോട്ടറായിട്ട് കുറെ നാളുകളായിട്ടുണ്ട് പ്രവർത്തിക്കുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചില റിസൾട്ടുകൾ നമുക്ക് അത്ഭുതകരമായ റിസൾട്ടുകളാ. ഡോക്ടർമാർ വരെയും തലയിൽ കൈവച്ചുകൊണ്ട് അയ്യോ ഇത് എന്താ അത്ഭുതം എന്ന് ചോദിക്കുന്ന
ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിനകത്തുള്ളവരും ഇതിനകത്ത് കയറാത്തവരും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും. പക്ഷെ ഇതിന്റെ മാഹാത്മ്യം നമ്മൾ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് നേരിട്ട് സ്പോട്ട് റിസൾട്ട് കിട്ടുമ്പോഴാണ് ആളുകൾക്ക് അടി കിട്ടുന്ന പോലത്തെ സംഭവം ആവുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി സ്ട്രോക്ക് വന്ന് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ താലൂക്കില് AR എന്ന് പറയുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. അവിടെ ആ വ്യക്തിയെ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞു. അങ്ങനെ അതിനുശേഷം എനിക്ക് അതിൽ അറിയിപ്പ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയിരുന്നപ്പോ എന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരിക്കും. എന്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗിനകത്ത് കുറച്ച് പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഇത് നമുക്ക് ഡെമോ കാണിക്കാനുള്ള ഒരു സാധനം എന്നുള്ള നിലക്ക് നമ്മളത് ബാഗ് എപ്പോഴും കയ്യിലുണ്ടായിരിക്കും. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ വ്യക്തിക്ക് ഓക്സിജൻ ലെവൽ കുറവാണ്, അതുകൊണ്ട് മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ടൈമിലാണ് ഞാൻ എത്തുന്നത്. ഞാൻ ഉടനെ തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടാഞ്ചിപ്പേട് അദ്ദേഹത്തിന്റെ ആ സ്ട്രോക്ക് വന്നിട്ടുള്ള കാലിലേക്ക് ചുറ്റി കൊടുത്തു. ഒരു സ്റ്റിപ്പാഡ് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് ചുറ്റി കൊടുത്തു. എന്റെ കയ്യിലുണ്ടായ സാധനം അദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പൊ തന്നെ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്ന് അവിടെ ചെന്ന് നോക്കിയ സമയത്ത് ഇവിടെ 82 ആയിരുന്നു ഓക്സിജൻ ലെവല്. അവിടെ ചെന്ന് നോക്കിയ സമയത്ത് അരമണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന സംഭവം നടന്നുള്ളതാ. അതായത് അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് 97 വന്നുള്ളതാണ്. 97 ഓക്സിജൻ ലെവൽ 97 വരെയും വന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ചോദിച്ചത് ഈ റിസൾട്ടുമാർ തമ്മിൽ ഒരു അന്തരം. ആ അന്തരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടപ്പോൾ ഡോക്ടർക്ക് അവർ സംസാരിക്കുന്ന സമയത്ത് ഞാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഈ സാധനം അദ്ദേഹത്തിന്റെ ശരീരത്തിനകത്ത് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന് ICUലേക്ക് MRI ചെയ്യാൻ കയറ്റിയ സമയത്ത് ആണ് അത് അഴിച്ചു മാറ്റിയത്. ആയതുകൊണ്ട് ഇതിന്റെ ഒരു ഗുണം അപ്പോഴാണ് അവർ പറഞ്ഞത്, സാറേ ഇത് ഒട്ടുമിക്ക ആളുകളുടെ കൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെന്താണ് ഈ സാധനം എന്ന് ചോദിച്ചപ്പോ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അവർക്ക് തിരക്കുള്ള ഡോക്ടറാണ്. അതിനോട് സംസാരിക്കാൻ പറ്റി. അവർക്ക് അത് കാര്യങ്ങൾ പറഞ്ഞപ്പോ കുറച്ച് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പക്ഷെ ചില ഡോക്ടേഴ്സ് അത് നിഷേധിക്കും. പക്ഷെ ഇവരത് കുറച്ച് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത് അവിടെ ആ വ്യക്തിക്ക് നല്ല റിസൾട്ട് കിട്ടി. അദ്ദേഹം ഇന്നലെ ഡിസ്ചാർജ് ആയി. അപ്പോ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഡെയിലി ഞാൻ ഹോസ്പിറ്റലിൽ പോവാറുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മകള് എറണാകുളം ജില്ലയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്ന ആ കുട്ടീനെ. അതിനൊരു ഭാഗം ചെവിടും ഈ വേദന തലമെന്നുള്ള വേദന ഇങ്ങനെ കൈപ്പലക്ക് മൊത്തം അത് തന്നെ കാലില്, അതായത് സ്ട്രോക്ക് വരുന്നതിന്റെ ഒരു സിംറ്റംസ് ആണ് കാണിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ഉടനെ തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ കൈമിൽ ഉണ്ടായിരുന്ന സ്റ്റിവർ എടുത്ത് അതിന്റെ നെറ്റിയിൽ കെട്ടിക്കൊടുത്ത് എന്റെ കീസമ്മിൽ ഇരിക്കുന്ന മാഗ്നറ്റ്, ഇതെല്ലാവർക്കും ഒരു ഓർമ്മ ഉണ്ടാവണം. ഇത് നമുക്ക് വെള്ളത്തിന്റെ കണികകളെ ചെറുതാക്കി തരാം എന്ന് നമ്മൾ വായോണ്ട് പറഞ്ഞ പോലെ നമുക്ക് ഇത് വെച്ച് കാണിച്ചു കൊടുക്കാൻ സാധിച്ചെങ്കിൽ ഏറെക്കുറെയൊക്കെ ആളുകൾക്ക് കുറെ മനസ്സിലാവും കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഈ വെള്ളം 3 ഗ്ലാസ് വെള്ളം ഞാൻ 1.5 മണിക്കൂറിനുള്ളിൽ 3 ഗ്ലാസ് വെള്ളം പലപ്പോഴായിട്ട് ഈ കുട്ടിയെ കൊണ്ട് ഈ മാഗ്നറ്റ് മാത്രം വെച്ചുകൊണ്ട് ആ വെള്ളം കുടിപ്പിച്ച്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ ഈ പ്രോഡക്റ്റ് അതിന്റെ ശരീരത്തിനകത്ത് സ്പർശിച്ച് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അത് പറയുകയാണ്, എന്റെ ഇവിടുത്തെ തരിപ്പും കഴപ്പും വേദനയും എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു പറഞ്ഞ ആ കുട്ടി എന്ന് പറഞ്ഞാല് വലിയ പെണ്ണാണ്, അതായത് 10-40 വയസ്സൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷെ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് അപ്പൊ അവർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധ്യമായി അവർ ഈ സാധനം ബുക്ക് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ ഓൺ സ്പോട്ടിൽ റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളത് നല്ല നിലക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരോടും ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരു കാര്യം, എനിക്കൊരു സന്തോഷമുണ്ട്. എന്നെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ നമ്പർ മേടിച്ചിട്ട്, സാറേ ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം, പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഞായറാഴ്ച സാറിനെ വിളിക്കാം, നമുക്കൊന്ന് സംസാരിക്കാം ഇതിനെപ്പറ്റി എന്നവര് പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു വലിയൊരു അഭിമാനകരമായ ഒരു കാര്യം എന്നുള്ളതാണ്. അത്രയും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ഈ സാധാരണക്കാരനായ എന്നോട് സാറേ ഒന്ന് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നുള്ളത് ഞാൻ വളരെ അങ്ങേറ്റം. അത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിന്റെ മിടുക്കാണ്, നമ്മുടെ ആദ്യം മിടുക്കല്ല. അപ്പൊ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. ജനങ്ങളിലേക്ക് എല്ലാവരും എത്തിക്കാൻ പൂർവാധികം റിസ്ക് എടുക്കുക. നെഗറ്റീവ് പറയുന്നവരോട് നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു സലീമിക. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് റിസൾട്ടും ഒരുപാട് കാര്യങ്ങളും അറിയാവുന്ന കുറെ ഡോക്ടർമാരെയൊക്കെ ചേർത്ത സലീമിക്കയ്ക്ക് ഇനിയും ഒരുപാട് വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, അടുത്ത മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് റിയാലിത്ത്, സ്ഥലം കോഴിക്കോടാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. എന്നെ സാജി സാറും പ്രീതി മാഡമാണ് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയത്. എനിക്ക് 13 വയസ്സിൽ രക്തവാതം വന്നതായിരുന്നു. അത് രക്തവാതം വന്ന് ഹാർട്ടിന് ബാധിച്ച് ഞാൻ പെൻഡൂറൽ ഇഞ്ചക്ഷന് 10 വർഷം പെൻഡൂറൽ ഇഞ്ചക്ഷൻ അടിച്ച്, ആ ഇഞ്ചക്ഷൻ അടിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ബോധമില്ലാതെ ഞാൻ വീണുപോയി. അപ്പൊ എന്താ പറയാ, അത് അങ്ങനെ വീണാല് ആ ഇഞ്ചക്ഷന് തിരിച്ചു വരൂല ആള് എന്നാണ് പറയല്. സൈഡ് എഫക്റ്റ് കാരണം അപ്പൊ തന്നെ മരണപ്പെടും. എന്റെ എന്തോ ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഈ മരുന്ന് ശരീരത്തിൽ പിടിക്കൂല. അങ്ങനെ അതിന് ഗുളിക ഡോക്ടർ എഴുതി തന്നു. അങ്ങനെ ഞാൻ ആ ഗുളിക കഴിച്ച് കുറെ വർഷത്തോളം ആ ഗുളിക കഴിച്ച് എനിക്ക് ഞാൻ തലവേദനക്കാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത്. ഗുളിക നീരിന്റെ ഗുളികയും അല്ലാതെ ഇഞ്ചക്ഷന് ബദലുള്ള ഗുളികയും ഒക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ട്, എന്താ അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരണപ്പെട്ട്. പിന്നെ ജീവിതം എന്താ പറയാ, നമുക്ക് ഒന്നും പറയാനില്ല, നമ്മളെ ജീവിതേ പോയ മാതിരിയായി. അങ്ങനെ ഞാന് ഹസ്ബൻഡിന്റെ കട ഞാൻ തന്നെ തിരിച്ചു പിടിച്ച് കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൈഗ്രെയിന്റെ തലവേദന ഇന്ന് ചെറുപ്പത്തിലേ എനിക്കുള്ളതാണ്. അത് പിന്നെ കാര്യാക്കാതെ അങ്ങനെ കൊണ്ടുപോകും. മൈഗ്രെയിന്റെ തലവേദനക്കാണ് ഞാൻ ആദ്യം വാട്ടർ എനർജി പേഡും റിസ്റ്റ് ബാൻഡാണ് വാങ്ങിയത്. കട നടത്തുന്ന കാരണം ഈ ക്യാപ്സൂൾ ഇങ്ങനെ കഴിച്ച് ഞാൻ നല്ല തടി വെച്ച് ഭയങ്കര വെയിറ്റ് ആയി. ഗുളികന്റെ സൈഡ് എഫക്റ്റ് കാരണമായിരിക്കും. പിന്നെ എന്താ പറയാ, ഗുളിക ഒരു ദിവസം കഴിക്കാതെ എനിക്ക് കടയിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തലവേദനക്കാണ് വാങ്ങിയത്. പക്ഷെ ഇപ്പൊ എല്ലാ ക്യാപ്സൂളും നിർത്താൻ പറ്റി. 10 വർഷം കഴിഞ്ഞിട്ട് എന്റെ വാൾവ് മാറ്റാൻ പറഞ്ഞതാണ്. തൽക്കാലം ബലൂൺ സർജറി ചെയ്ത് വെച്ചതായിരുന്നു. വാൾവ് മാറ്റാൻ പറഞ്ഞാണ്. ഇപ്പൊ ഒന്നിനും മരുന്നില്ല. ഞാന് എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു സാറ് പറഞ്ഞല്ലോ കണ്ണിന്റെ പ്രശ്നം. എനിക്ക് ഇതിന്റെ മുമ്പ് ഞാൻ രാമനാട്ടുകാരിലേക്ക് വണ്ടിമ്മ പോകുമ്പോ കണ്ണിനൊരു പ്രാണി കുത്തി. അന്നപ്പം തന്നെ കണ്ണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കൃഷ്ണമണി കീറിയതാണെന്നും ഡോക്ടർ പറഞ്ഞ് അവര് കണ്ണ് വെള്ളടിച്ച് കഴുകി ഒക്കെ ചെയ്ത് മരുന്ന് തന്ന്. നല്ല ബുദ്ധിമുട്ടാണ്, കണ്ണ് തുറക്കാനേ പറ്റിയിട്ടില്ലായിരുന്നു. ആ മരുന്ന് ഇറ്റിക്കുമ്പോ എനിക്ക് കൂടുതലല്ലാതെ ഒരു കുറവില്ല. ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം ആ മരുന്നുകൊണ്ട് കൊണ്ടുനടന്ന്. നമ്മളെ വാട്ടർ എനർജി പേഡ് എടുത്ത് ഞാൻ 2 ദിവസം വെള്ളം കൊണ്ട് കഴുകിയിട്ടുള്ളൂ. എന്റെ കണ്ണിന്റെ അസുഖം പൂർണ്ണമായി മാറി. അപ്പം എനിക്ക് ഈ വണ്ടിമ പോണ കാരണം കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എരിച്ചിലും പൊച്ചിലൊക്കെ ആയിട്ട്. അപ്പൊ ഈ ഒരു വാട്ടർ എനർജി പേഡും റിസ്റ്റ് ബാൻഡും ആണ്. അതിനിപ്പം ഞാൻ ഈ കണ്ണിന് എപ്പോഴും മരുന്ന് ഇറ്റിച്ചുകൊണ്ട് നിൽക്കലാണ്, യാത്ര ചെയ്ത് വെയിലടിച്ചാലൊക്കെ. ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നമില്ല. അതും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പൊ വീട്ടിൽ തന്നെ ഇപ്പൊ ആർക്കും ഒരു മരുന്നും ഇല്ല. എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു വാട്ടർ എനർജി പേഡിലെ വെള്ളവും റിസ്റ്റ് ബാൻഡും എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പൊ വീട്ടിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അൾട്രാവെറിക്ക് എന്റെ അഞ്ചത്തിക്കൊക്കെ നല്ല റിസൾട്ടാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടാത്ത ആളാണ്. ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് തികയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ്. അത്രക്കും വിശപ്പുണ്ട്. വിശപ്പിനുള്ള എന്തൊക്കെ ഇതാക്കിയാലും നമുക്ക് ഒന്നും ഇതാവലില്ലേ. നമ്മളെ അൾട്രാവെറി സൂപ്പറാണ്, അതാണ് പറയുന്നത്. അപ്പൊ അതും ഞാന് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു മാഡം. ഈ വാട്ടർ അതുകൊണ്ട് ഇത് കൊണ്ട് തന്ന സാഗർ ജോഷി സാറിന് ഞങ്ങള് എത്ര ബിഗ് താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ കേരളത്തിലേക്ക് നമുക്ക് എത്തിച്ചു തന്ന നമ്മുടെ മനോജ് സാറിനും എന്റെ കൈകളിൽ എത്തിച്ചു തന്ന താജ് സാറും പ്രീതി മാഡം അതുപോലെ തന്നെ മഞ്ജു മാഡം ഇവർക്കൊക്കെ ഞാൻ ഒരു പ്രത്യേക താങ്ക്സ് പറയും. ഇന്ന് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റിയ ഒരു അവസ്ഥ. അതുപോലെ ഞാൻ ബൈക്കുമേല് എല്ലാ സ്ഥലത്തും ഈ പ്രൊഡക്റ്റും
കൊണ്ട് കുറെ ആളുകൾക്കൊക്കെ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിക്കണ്. അത് അവരൊന്നും ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. ഇനി ബിസിനസ്സിലേക്ക് വരുന്നവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു റഹിയാൻ മാഡം. വെരി ഗുഡ് റിസൾട്ട് ആണ്. ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും. ഓക്കെ, അടുത്ത ആള് വരിക. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്റെ പേര് സുബൈദ, കോട്ടക്കലാണ് സ്ഥലം. എന്റെ കമ്പിളി മാഡം ബാബു സാറിലൂടെയാണ് ഞാൻ വന്നത്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വെരിക്കോസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇതിലൂടെ സുഖമായി കിട്ടി. പിന്നെ ഷോൾഡർ വേദന ഒരു എന്ത് ഹലോ, പിന്നെ എനിക്ക് ഷോൾഡർ വേദന ആയിരുന്നു. ഇടത് ഭാഗത്ത് ഒരു തിരിഞ്ഞു കിടക്കാൻ പോലും വയ്യാത്ത അത്രക്കും കഠിനമായ വേദന ഉണ്ടായിരുന്നു. അത് ഇതിലൂടെ സുഖമായി കിട്ടി. പിന്നെ എനിക്ക് 10-20 വർഷമായി എന്റെ ചെറിയ മോനെ പ്രസവം കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഭയങ്കര എല്ലാ എല്ലുകൾക്കും ഭയങ്കര വേദനയായിരുന്നു. അതൊക്കെ ഇപ്പൊ എനിക്ക് പനി ഉണ്ടാവുമ്പോഴൊന്നും ആ പ്രശ്നം ഇല്ല. ഇപ്പൊ എല്ലാവർക്കും വന്നല്ലോ ഒരു പനി. ഞാന് അതിനും ഡോക്ടറെ കാണിക്കാൻ പോയില്ല. നമ്മളുടെ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ നിന്ന്. പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നല്ല സുഖമാണ്. എല്ലാ അസുഖങ്ങളും നല്ല സുഖം കിട്ടുന്നുണ്ട്. കൊടുത്ത ആൾക്കാർക്കും അധികം റിസൾട്ട് ഉണ്ട്. നേരത്തെ അമ്പിളി മാഡം പറഞ്ഞല്ലോ ഗുളിക കഴിച്ചിട്ട്. അത് എന്റെ അമ്മാവന്റെ ഭാര്യയാണ്. എന്റെ ഉമ്മാന്റെ ആങ്ങളുടെ ഭാര്യ. നല്ല അവർക്ക് ഇന്നലെ ഞങ്ങൾ പോയി നോക്കിയപ്പോ നല്ല മാറ്റമുണ്ട്. പിന്നെ മാറ്റമായിട്ട് വരുന്നുണ്ട്. 5 ദിവസമല്ലേ നമ്മൾ കൊടുത്തിട്ടായിട്ടുള്ളൂ. ഇനിയും അതിലും നല്ല ഇതിൽ സുഖത്തിൽ വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എനിക്ക് കൂടുതലായിട്ട് വിഷമമുള്ളത് എന്റെ ഭർത്താവ് എന്നെ വിട്ട് പിരിഞ്ഞിട്ട് 4 വർഷമായി. അവർക്ക് ലങ്സിലെ ഓരോ അറകൾക്കും ഓരോ കേടായിരുന്നു. അന്ന് ഈ ഒരു റസാഖ് സാർ എപ്പോഴും പറയലുണ്ട് അവരുടെ ഉപ്പാന്റെ വിവരം. അപ്പൊ അതേപോലെ എനിക്ക് ഭയങ്കര വിഷമാണ് ഇപ്പൊ. കാരണം അന്ന് ഈ പ്രൊഡക്റ്റ് നമുക്ക് എന്റെ കൈകൾക്ക് അമ്പിളി മാഡത്തിന്റെ കയ്യിലും എത്തിയിട്ടില്ല. അന്ന് ഈ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ എത്തിക്കുന്നെങ്കിൽ എന്റെ ഭർത്താവിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നു എന്ന് ഒരു തോന്നൽ ഇന്നും എന്റെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എല്ലാം അള്ളാഹുവിന്റെ ഒരു വിധിയാണ്. നമ്മൾക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. പിന്നെ ഇത് കണ്ടുപിടിച്ച സാറിനെയും നമ്മളെ ഡോക്ടർ സാഗർ ജോഷി സാറിനെയും പിന്നെ ഇവിടേക്ക് എത്തിച്ച മനോജ് സാറിനെ എന്നും ദ്വാരയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഇത് എല്ലാവരുടെ കയ്യിലും എത്തിക്കണം എന്നുള്ള ഒരു ഇതാണ്. അതിന് പഠിച്ച നമ്മളെ തുണക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത ആള് ഭാസ്കരൻ സാറേ പറഞ്ഞോളൂ. ഹലോ, ഞാൻ ഭാസ്കരൻ പറയാം. ഞാൻ പല പ്രാവശ്യം എന്റെ പറഞ്ഞതാണ്. ഞാൻ ഇത് ഇതൊക്കെ ഹാർട്ടിന്റെ ഇത് കിടപ്പ് ആയിരുന്നു രോഗം. അങ്ങനെ പുറത്തൊന്നും പോകാറില്ലായിരുന്നു. അങ്ങനെ അതിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങിയത്. നല്ല റിസൾട്ടായിരുന്നു. എനിക്ക് നല്ല ഉന്മേഷമുണ്ട്. അങ്ങനെ ഞാൻ യാത്ര തുടങ്ങി. ഇപ്പൊ എല്ലാം ബോംബെയിലൊക്കെ പോയി വന്നു. യാതൊരു പ്രശ്നമില്ല. ഇപ്പോഴും ഇതിന്റെ റിസൾട്ട്. പക്ഷെ രോഗം പൂർണ്ണമായി മാറി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നല്ല ഉന്മേഷമാണ്. പലരും എത്തിച്ചു. സ്ട്രോക്ക് ബാധിച്ചവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ വെരിക്കോസ് വന്നൊരു നല്ല റിസൾട്ട് കിട്ടി. രക്തവാദം മുന്നേറ്റം, ശ്വാസം, ഇങ്ങനെ പറഞ്ഞാൽ ഒതുങ്ങാത്ത അത്രയും റിസൾട്ടുകളുണ്ട്.
ഇപ്പോഴും പലരും എടുക്കണം വേണം വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പൈസ ആവട്ടെ എനിക്ക് വേണം റിസൾട്ട് എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ എന്റെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സന്നദ്ധരായിട്ട് ഞാനും ഇരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി പുതിയ ആളുകളുടെ റിസൾട്ട് കേൾക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിർത്തുന്നു. താങ്ക് യു ഭാസ്കരൻ സാർ. നല്ല റിസൾട്ട് സാർ. ഗുഡ് മോർണിംഗ് മാഡം. ഗീത മാഡം. അതെന്നെ സമാധി ആയതുകൊണ്ട് എനിക്ക് 8 മണിക്ക് അവിടെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും വീട്ടാക്കി വെച്ചിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്യാവശ്യമായി പറയാനുള്ളത്, ഞാനൊരു 30 വയസ്സ് ഉള്ള സമയത്ത് എനിക്ക് കണ്ണാട വെച്ചതാണ് ഞാൻ. അതിനുശേഷം കണ്ണാട ഇല്ലാതെ എനിക്ക് വായിക്കാനോ പിന്നെ അതുപോലെ തന്നെ TV കാണുവാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ, മൊബൈൽ ഉപയോഗം കൂടുതലാണ്. എന്നാലും നമ്മുടെ ഈ ഞാൻ ഒരു ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. എന്റെ റിസൾട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ പുതിയ പുതിയ ആളുകളുണ്ടല്ലോ. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 15 വർഷം ഷുഗർ പേഷ്യന്റ് ആയിരുന്നു ഞാൻ. അതിനുശേഷം ഗുളിക കുറെ നാൾ ഗുളിക കഴിച്ചു. അത് കഴിഞ്ഞ് കുറവൊന്നുമില്ല. പിന്നെ കൂടി വരികയല്ലാതെ കുറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഞാൻ ഇൻസുലിനിലേക്ക് മാറി. 2 നേരം ഇൻസുലിൻ എടുത്തോണ്ടിരുന്ന ആളാണ് ഞാൻ. ആ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വളരെ അവശതയായി. വളരെ എന്റെ കാലും കൈയും എല്ലാം പിരിവിരിക്കല്, പോച്ചില്, രാത്രി ഉറക്കമില്ല, കണ്ണിന് കാഴ്ച വളരെ കുറഞ്ഞു. കണ്ണാടി വെച്ചാൽ പോലും ഒരു മങ്ങലായിരുന്നു എനിക്ക്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഞങ്ങളുടെ കളമശ്ശേരി, എന്റെ നാട്ടുകാരനാണ് യൂനിസ് ബായി ആണ് എന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് തരികയും ഞാൻ അത് ഉപയോഗിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ട് ഭയങ്കര അത്ഭുതകരമാണ്. എന്റെ കണ്ണാടി ഞാൻ വെക്കാറുണ്ടായിരുന്നില്ല. കണ്ണിന് നല്ല കാഴ്ച കിട്ടി. എന്റെ കാല് ഞാൻ സ്വസ്ഥമായി ഉറങ്ങാൻ തുടങ്ങി. പിന്നെ പതുക്കെ 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 ഞാൻ ഗുളികകളില്ല, ഇൻസുലിനും കുറച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഇൻസുലിൻ ഒന്നും അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാർന്ന് തിന്നുന്ന ഒരു രോഗമാണ്. ആൾക്കാർ ഷുഗർ എന്ന് പറഞ്ഞ ഒരു നിസ്സാര രോഗമേ അല്ല, ക്യാൻസറിനും മേലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അതുപോലെ അനുഭവിച്ചു. മുടിയെല്ലാം കൊഴിഞ്ഞു പോയി, പുരികം മുഴുവനും നഷ്ടപ്പെട്ടു. ഒരു 70 വയസ്സിന്റെ ഒരു പടുക്ക, നമ്മുടെ സ്കിന്ന് പോലും അങ്ങനെയായി പോയി. എന്റെ കണ്ടാൽ നമ്മൾക്ക് അന്നത്തെ 50 വയസ്സ് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. 10 വയസ്സ് ഡോക്ടർ പറഞ്ഞാൽ കറക്റ്റ് ആണ്. നമുക്ക് എപ്പോഴും ഒരു 10 വയസ്സ് കൂടുതൽ തോന്നും ഈ ഷുഗർ പേഷ്യന്റിന്. ശരീരം അങ്ങനെയായി പോകും നമ്മളെ സൂക്ഷിച്ച്. അങ്ങനെ എനിക്ക് കുറച്ച് നാൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഈശ്വരന്റെ കൃപ കൊണ്ട് ദൈവത്തിന്റെ കയ്യപ്പുള്ള നമ്മുടെ ഈ ബാറ്ററിയും വെള്ളം ഒഴിച്ച് കഴുകുകയും ഞാൻ എപ്പോഴും അത് എപ്പോഴും ഉപയോഗിക്കുക. ഇങ്ങോട്ട് ഞാൻ തല വരെ കഴുകും. കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വെള്ളം ഉപയോഗിച്ച് എന്റെ ശരീരം മുഴുവൻ ഒന്നും കൂടി കഴുകും. അങ്ങനെ ഞാൻ നോക്കിയിരുന്ന ആളാണ്. എനിക്ക് നല്ലപോലെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. പക്ഷെ കുറച്ചു നാള് മുമ്പ് ഒരു ദിവസം ഇതുപോലെ കണ്ണിന് ഇങ്ങനെ ചൊറിച്ചിൽ വന്ന് തടിച്ച് പൊങ്ങി വീർത്ത് ഭയങ്കര ഇങ്ങനെ തക്കാളി പോലെ ഇരുന്നു എന്റെ കണ്ണ്. അപ്പോഴും ഞാൻ ഹോസ്പിറ്റലൊന്നും പോവാതെ നമ്മുടെ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ അത് ശരിയാക്കിയത്. നമ്മുടെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പൊ ഈ കുറച്ച് നാളായിട്ട് വീണ്ടും എനിക്ക് എന്റെ കണ്ണിന് ആ പ്രശ്നം വന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ മൊബൈൽ ശരിക്കും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേൾക്കണത്. മറ്റേത് ഞാൻ ഫുള്ളും ഇങ്ങനെ നോക്കിയിരുന്ന് കേൾക്കുമായിരുന്നു. എനിക്ക് പറ്റണില്ല. ലാസ്റ്റ് ഞാൻ എന്റെ മക്കളിനോട് അങ്കമാലി ഹോസ്പിറ്റലിൽ ഒന്ന് പോവാമ്മ. അങ്ങനെ പോയി ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കണ്ണിന്റെ ഓരോ ഞരമ്പുകൾക്ക്, അതായത് 2 വീലർ കൂടുതൽ ഓടിക്കുന്ന ആളാണ് ഞാൻ. ഈ കണ്ണിലേക്ക് ഇങ്ങനെ പൊടി അടിച്ചടിച്ചടിച്ച് നമ്മള് എപ്പോഴും കഴുകണില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തിരുമും, നമ്മളിങ്ങനെ കണ്ണ് തിരുമും. അപ്പോഴും നമ്മൾ നമ്മുടെ വെള്ളം ഉപയോഗിച്ച് കഴുകണൊക്കെ ഉണ്ട്. നല്ല പവർഫുൾ ആണ് അത്. എന്നാലും നമ്മൾ ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾ ഡോക്ടറെ കാണിക്കണം. കാരണം എന്റെ കണ്ണിന്റെ ഞരമ്പുകൾക്ക്, അതായത് 15 വർഷമൊക്കെ ഷുഗർ പേഷ്യന്റ് ആയിരുന്നല്ലോ ഞാൻ. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ വെള്ളം ഉപയോഗിച്ച് എന്റെ തെളിച്ചമൊക്കെ തിരിച്ചു കിട്ടി എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമാണ്. കാരണം കൂടുതൽ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നോണ്ടാണോ എന്ന് എനിക്കൊരു സംശയം. ഡോക്ടർ എന്നോട് പറഞ്ഞു 10 ദിവസം മൊബൈൽ യൂസ് ചെയ്യണ്ട, ഈ തുള്ളി മരുന്നൊന്നും നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് സരിത മോളെ വിളിച്ചു. മോളെ എന്റെ കണ്ണിന് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ്,
അപ്പൊ മോളെന്നോട് പറഞ്ഞു രാത്രി കിടക്കുമ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്, നമ്മുടെ ഈ ഇത് കയ്യിൽ കെട്ടുന്നത് പോലെ നമ്മൾ തലവേദനയ്ക്ക് കിട്ടുമല്ലോ ബാൻഡ്, അത് കെട്ടിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ 12 മണി വരെ ഞാനത് കെട്ടിക്കൊണ്ട് കിടന്നു. അപ്പോഴൊക്കെ എനിക്ക് നല്ലൊരു ആശ്വാസമൊക്കെ ഉണ്ട്. 10 ദിവസം മരുന്ന് കഴിച്ചിട്ട് ഒന്നുകൂടി ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. ശരിക്കും ഞാൻ 10 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പം ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ശക്തി കൊണ്ടും ആ വെള്ളം വെച്ച് കണ്ടതുകൊണ്ടും പോയിട്ടില്ല. ഞാൻ റിസൾട്ട് അന്ന് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഡോക്ടറെ കാണേണ്ടതിന് ഡോക്ടറെ കാണുക തന്നെ ചെയ്യണം. അമിതമായി നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന് അതൊരു പേരുദോഷമാവും. നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര മാജിക്ക് തരുന്നതാണ്. എന്റെ ശരീരം മുഴുവനും മാജിക്ക് തന്നതാണ്, എന്റെ കുടുംബത്തിന് തന്നാണ്. അപ്പൊ ഇന്ന് എനിക്ക് കണ്ണിനെ കുറവുണ്ട്. നമ്മുടെ വെള്ളം ഗീതാവൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് മുഖം കഴുകുകയും ഈ യാത്ര സമയത്തൊക്കെ ചെയ്യുന്ന ആളാണ്. അത്ര വിശ്വാസമുണ്ട് എനിക്ക്. എന്തായാലും അടുത്ത ഞായറാഴ്ച ഈശ്വരൻ അനുഗ്രഹിച്ച ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയും എനിക്ക് ഇന്ന് അമ്പലത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് ഓക്കെ, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഗീത മാഡം, വെരി ഗുഡ് പ്രസന്റേഷൻ ആയിരുന്നു. ഒരുപാട് നല്ല അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതിൽ വളരെയധികം നന്ദി. ഓക്കെ, അടുത്തയാളിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഫാത്തിമ ചെമ്മാട്. എന്നെ ഒരുപാട് ആളുകൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ? കാരണം എന്റെ റിസൾട്ട് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എന്റേതും പറഞ്ഞു, ഞാൻ എനിക്ക് കിട്ടിയതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗർഭപാത്രಕ್ಕೆ ഉള്ളിലേക്ക് പോയൊരു സംഭവം സാറിനറിയാം. ഉള്ള സമയത്തായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു സംഭവം, ഒരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു വിശ്വാസം, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പോലും വിശ്വാസമില്ലാത്ത ഒരാളുണ്ടായിരുന്നു. ആ ആള് ഫോണിന്റെ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണപ്പോ അവരെ ഊരന്റെ എല്ലിനൊരു പൊട്ടല് വന്നു. അങ്ങനെ ഇവിടെ MKG ഹോസ്പിറ്റൽ എന്ന് പറയും, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, നമുക്കൊരു ഓപ്പറേഷൻ ആണ് വേണ്ടത്. പക്ഷെ പിന്നെ അവര് അവിടുന്ന് മാറ്റിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് ഈ ഭാഗം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല, അതിന് മരുന്നാണ്. അവര് ഈ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്തെന്നറിയോ? നമ്മളെ പില്ലോ പാഡ് കൊടുത്തു അവർക്ക്. ഞാൻ വേറൊന്നും ചെയ്തില്ല. പില്ലോ പാഡ് ആ ഊരന്റെ, കാരണം അതൊരു ഹൈറ്റില് പൊക്കാൻ പറ്റാത്തത് കൊണ്ട് പില്ലോ പാഡ് മാത്രം കൊടുത്തു. അത് കൊടുത്തപ്പോ അവരെന്ത് ചെയ്തു, അത് അവിടെ വെച്ച് കുറച്ചു നേരം വേദന കൊണ്ട് പെടഞ്ഞ് അലറി കരഞ്ഞൊരു വ്യക്തി ഒരു 5 നിമിഷം കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ, ആ സമയത്ത് വേദന ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് എന്തൊരു ആശ്വാസം കിട്ടിയതുപോലെ. അപ്പൊ അവരെന്താ പറഞ്ഞറിയും, എനിക്ക് ഇതിന്റെ വെള്ളം ഇപ്പൊ തന്നെ കൊണ്ടു തരണോ, ഈ പ്രൊഡക്റ്റ് എനിക്കിപ്പൊ വേണമെന്നാണ്. ഒരിക്കലും ഞാൻ ഇത് വാങ്ങൂലെന്ന് ശാഠ്യം പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് ഈ ഒരു അവസരം വന്നപ്പോഴാണ് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലായത്. അതുപോലെ തന്നെ അവർക്ക് പിന്നീട് പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് എല്ലാം കൊടുത്ത് ഇപ്പൊ അവര് ഇന്നും അവർക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നാണ് ഡോക്ടർ ആ ഭാഗമായതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഉപയോഗിക്കണ നമ്മളെ മാട്രസ് പില്ലോ പാഡ് ഇതിലാണ് അവർ കിടക്കുന്നത്. അതുകൊണ്ട് ഈ പില്ലോ പാഡും വെച്ചിട്ടാണ്, ഇവർക്ക് അറിയില്ല, കൂടുള്ളവർക്ക് അറിയില്ല ഇതെന്താണെന്ന് അറിയാതെ അവരെന്ത് ചെയ്തു, ഇതെന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് പമ്പേഴ്സിന്റെ കൂടെ അതിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, മെഡിക്കൽ കോഴിക്കോട്ടേക്ക് പോകുമ്പോ അവരിത് കൂടെയുള്ള ആണുങ്ങളാണ് ചെയ്തു കൊടുത്തത്. അവരിതും വെച്ചിട്ടാണ് കെട്ടിക്കൊണ്ട് പോയത്. അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോ ഡോക്ടർ ചോദിച്ചു, ഇതെന്താണ് ഈ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുള്ളത്? അപ്പൊ അവര് പറഞ്ഞു, സാറേ അതൊരു മാഗ്നറ്റ് തെറാപ്പിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നാണ് കൂടുള്ള വ്യക്തി പറഞ്ഞു കൊടുത്തത്. ഓ, അത് നല്ല കാര്യമാണല്ലോ, ഇതിങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തി വേദന ഇല്ലാതെ ഇവിടെ എത്തിയത് എന്ന് ആ ഡോക്ടർ തന്നെ സ്വയം പറഞ്ഞു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് എന്താണ്, ഞാൻ വേറൊരു വ്യക്തിനോട് ഇത് പറയാൻ വേണ്ടി പോകുമ്പോ എന്റെ കൂടെ പ്രൊഡക്റ്റ് വാങ്ങാത്ത ഒരാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് എന്തോ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം, വീട്ടിലെന്തോ ഒരു പ്രശ്നമായിരിക്കും. എന്തായിരുന്നത്, കുറച്ച് വയ്യിലെത്തിയപ്പോ അവർക്ക് പെട്ടെന്ന് ഒരു നെഞ്ഞുവേദന വന്നു. എന്റെ കയ്യിലപ്പോ വാട്ടർ എനർജി പാഡ് ഒന്നും ഇല്ല, ഈ റെസ്റ്റ് ബാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 11:30 സമയത്താണ് രാവിലെ.
അപ്പൊ ഇവര് പെട്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വരുന്നു എന്ന് പറഞ്ഞു. ഇവരെ മുഖം ഞാൻ നോക്കിയപ്പോ ഒന്നായിട്ട് വേർത്ത് ഇവര് ആകെ ആള് മാറിയിട്ട് താഴെ വീണ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എനിക്കൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. വെള്ളമില്ല എന്റെ കയ്യില്. അപ്പൊ കാരണം കുറച്ച് അടുത്തായത് കൊണ്ട് വെള്ളം ബോട്ടിൽ ഞാൻ എടുത്തില്ല. എന്ത് ചെയ്തെന്ന് പറയാം, ഞാൻ വേഗം എന്റെ വെസ്റ്റ് ബാൻഡ് കഴിച്ചിട്ട് അവരെ നെഞ്ഞിനകത്ത് വെച്ചുകൊടുത്തു, വേദന ഉള്ള ഭാഗത്ത് വെക്കും. ആ ഒരു ചെറിയ പ്രൊഡക്റ്റ് ആണ് അവരെ നെഞ്ഞിന് വെച്ചതെങ്കിലും കിട്ടിയ റിസൾട്ട് ഭയങ്കരമായിരുന്നു. എന്താന്ന് വെച്ചാല് നമ്മള് കയ്യിൽ കെട്ടണ ഈ ഒരു വെസ്റ്റ് ബാൻഡ് നമ്മൾ പറയും ബ്ലഡ് സർക്കുലേഷൻ ആണ് ഇത് നടത്തുന്നത് എന്നൊക്കെ അല്ലേ. പക്ഷെ ഒരു അറ്റാക്ക് ആ രോഗിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് വലിയൊരു സംഭവമായി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താണ്, ഒരു കുറച്ച് സമയത്തിന്റെ ഉള്ളില് ഈ അറ്റാക്ക് ഭയങ്കരമായിട്ട് വരാനുള്ളത് സദ്യ എങ്ങനെ കുറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് എന്നുള്ളൊരു ചോദ്യം. ഡോക്ടർക്ക് പോലും അത്ഭുതമായി. ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ല. അപ്പൊ പിന്നെ എന്റെ അടുത്ത് വീണ്ടും ചോദിച്ചു, എന്താ ഇത് സംഭവം, ഇത്രയും വലിയൊരു സംഭവമാണല്ലോ അവർക്ക്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓടി പോയി കടയിൽ നിന്നൊരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് 10 രൂപ കുപ്പി വെള്ളമാണ് അതെന്ത് ചെയ്തു അവർക്ക് കൊടുത്തു. പിന്നെ അതുപോലെ ഒരു കുപ്പിവെള്ളത്തില് നമ്മള് ഈ പാഡ് ചുറ്റി വെച്ച്, കാരണം അതില് ചുറ്റി വെച്ചാലൊന്നും ഒരു റിസൾട്ട് കിട്ടൂല എന്നൊക്കെയാണ് പറയുക. പക്ഷെ എന്ത് ചെയ്തു, അവസരത്തിന് വേണ്ടിയിട്ട് കുറച്ചു നേരം ചുറ്റി വെച്ച സമയത്ത് കൊണ്ട് ആ വെള്ളത്തിനൊരു മാറ്റങ്ങളൊക്കെ വന്നു. ആ വെള്ളം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അതിലൊക്കെ ഒരു മുഖമൊക്കെ കഴുകി അവര് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. ഇപ്പൊ അവര് വേഗം പിറ്റേ ദിവസം തന്നെ പ്രൊഡക്റ്റ് എടുക്കാനുള്ള ശ്രമം. ഭയങ്കര റിസൾട്ട് അല്ലേ അതൊക്കെ. കാരണം നമ്മള് ഒരു വാട്ടർ എനർജി പാഡ് അല്ല, ഒരു റിസ്റ്റ് ബാൻഡ് കൊണ്ട് ഒരു അറ്റാക്ക് മാറ്റാൻ കഴിയാന്നൊക്കെ പറഞ്ഞ ഇത് ഇപ്പൊ പറഞ്ഞു, ഇത് നമ്മളൊരു രോഗത്തിനുള്ള ഒരു മരുന്നല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരാളെടുത്തത് രോഗത്തിനുള്ള മരുന്നല്ലാന്ന് തന്നെയാണ് പറയണതും കൂടിയിട്ട് നമ്മളൊരു പ്രകൃതി ചികിത്സയാണ്. അപ്പൊ ഈ പ്രകൃതിന്നാണല്ലോ നമ്മൾക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് നേടാൻ കഴിയുന്നത്. അതൊക്കെ വലിയൊരു കാര്യം. ഞാന് പിന്നെ എന്താ പറയാ, പ്രീതി മാഡത്തിന്റെ സജി സാറിന്റെ ടീമിലുള്ള വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാത്ത കുറെ ആളുകൾക്ക് അറിയാം, അറിയാത്തവരും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാഡം. താങ്ക് യു ഫാത്തിമ മാഡം. ഗംഭീര റിസൾട്ടാണ് പറഞ്ഞത്. നമ്മുടെ ഈ ബയോട്ടോറിയ പ്രോഡക്റ്റ് നമുക്ക് നമ്മളിൽ എത്തിച്ച ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടി കിട്ടിയ പ്രോഡക്റ്റാന്ന് പറഞ്ഞ് വളരെയധികം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കാൻ നമ്മൾ ഷെയർ ചെയ്യണം. നമ്മുടെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലിയ മഹത്വം. ഓക്കെ, അടുത്ത ആളിലേക്ക് വരാം. ഹലോ ഹലോ മാഡം, ഞാൻ മുമ്പേ പറഞ്ഞ ആളാണ്. പക്ഷെ ഇപ്പൊ ഒരു റിസൾട്ട് കേട്ടുകൊണ്ട് അത് ഞാൻ വേറൊരെണ്ണം പറയാനാണ്. എന്റെ പേര് ശൈലജ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹം, പക്ഷെ പറയുമ്പോഴല്ലേ എല്ലാം വരത്തില്ല. അപ്പോഴേ ഒരു പതർച്ചേന്ദ്രൻ പകുതി പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പറയാൻ വന്നതേ, ഞാനൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുത്തായിരുന്നു. അത് സാധാരണ അദ്ദേഹത്തിന് കാലയിലും വയറും എല്ലാം ഭയങ്കര നീരും എല്ലാം ഉള്ള ഒരാളായിരുന്നു. പിന്നെ ഒരു കാലാണെങ്കിൽ പഴുത്തിട്ട് അത് ഉണങ്ങത്തില്ല, ഷുഗർ ഉണ്ട്. അങ്ങനെ ഞാൻ ഇത് കൊടുത്ത് ഉപയോഗിച്ച് കുറഞ്ഞ് ഇങ്ങനെ ഇരുന്നതാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ഈ വെള്ളവും കുടിക്കത്തില്ല, കയ്യിലും കെട്ടത്തില്ല. അങ്ങനെ ആയിരുന്നപ്പോ കാണാൻ പെട്ടെന്നൊരു ദേഹം കൊഴിഞ്ഞു വന്ന കണക്ക് വന്നു. ഉടനെ എടുത്ത് കൈ കെട്ടി അതിനകത്ത് കിടക്കുകയും ചെയ്തിട്ട് ഒത്തിരി കുറഞ്ഞപ്പം വിചാരിച്ച് ഇനി പോകണ്ടാന്ന്. പിന്നെ ഒരു സംശയം, ശരീരം എല്ലാം വിയർത്ത് വന്നത് കാരണം പെട്ടെന്ന് ആശുപത്രിയിൽ പോയി. ആശുപത്രി ചെന്നപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഇവിടെ പറ്റത്തില്ല, ഉടനെ ഡിസ്ട്രിക്ട് കൊണ്ടുപോകാൻ. ഡിസ്ട്രിക്ട് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഉടൻ തന്നെ അങ്ങ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം, ഉടനെ സർജറി ചെയ്തില്ലെങ്കിൽ ആള് തട്ടിപ്പോകും. അവര് ആംബുലൻസിനകത്തുനിന്ന് അവിടെ അന്നേരം തന്നെ കൂടെ വന്ന ആളുമായിട്ട് വീട്ടിൽ ഇരുന്ന ആള് പോലും ചെന്നില്ല, വേറെ ഒരാൾ കൂടെ പോയതാ. നേരിട്ട് അങ്ങ് അവിടെ വിട്ട്. അവിടെ ചെന്ന് ഇവര് ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് പറയാ, അയ്യോ ഇതെന്തുവാ, ഇതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ, സ്ട്രോക്കും അറ്റാക്കും കൂടെ വന്ന ഒരാളാ, ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടെന്നാ ചോദിക്കുന്നത്. തിരിച്ചിങ്ങോട്ട് ഒന്നും ചെയ്തില്ല, ഒരാഴ്ച അവിടെ കിടന്ന് തിരിച്ച് ആള് വീട്ടിൽ വന്നു. അത് പറയാനായിട്ട് വിളിച്ചത്. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. താങ്ക് യു ശൈലജ മാഡം, അടിപൊളി റിസൾട്ടാണ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു മാഡം. ഓക്കെ, അടുത്ത ആളിലേക്ക്. ഹലോ, ഞാൻ അസ്മാബി മാഡം. എവിടുന്ന? മലപ്പുറം. ഞാൻ എന്റെ റിസൾട്ട് പറഞ്ഞതാണ്. ഞാന് വേറെ ആൾക്ക് കൊടുത്തിരുന്നു.
അപ്പൊ അവർക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടി നല്ലോണം കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പൊ അത് കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മുടിയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് പറഞ്ഞു. പിന്നെ എനിക്ക് കയ്യിന് തരിപ്പൊക്കെ ആയിരുന്നു, അത് കുറവുണ്ട്. എനിക്ക് അമ്പിളി സാറാണ് അമ്പിളി മാഡാണ് കൊടുന്ന് വാങ്ങി തന്നത്. എന്റെ അഞ്ചത്തിന്റെ കെയർ ഓഫിലാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് കാലിന് വേദന ഉണ്ടായിരുന്നു, അത് കുറവുണ്ട്. എന്നാ ഓക്കെ. ഓക്കെ, താങ്ക് യു. ശരി ഓക്കെ. ശരി. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. എന്റെ പേര് സത്യൻ. ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോട് SIT ആണ്. എന്റെ റിസൾട്ട് ഒക്കെ പറയുമ്പോ പലരുടെയും റിസൾട്ട് പറയുന്ന സമയത്ത് എനിക്ക് എന്റെ റിസൾട്ടായിട്ടൊന്നും പറയാനില്ല എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. കാരണം എന്റേതായ റിസൾട്ട് ഇല്ലെങ്കിലും എന്നിലൂടെ ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് അവരുടെ റിസൾട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്റേതായ റിസൾട്ട് എനിക്ക് പറയാനില്ലാത്തതിന്റെ കാരണം എനിക്ക് പ്രത്യേകിച്ച് എല്ലാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്റെ റിസൾട്ട് എന്റെ നാട്ടുകാരും എന്റെ സുഹൃത്തുക്കളാണ് എന്റെ റിസൾട്ട് പറയുന്നത്. അതാണ് എന്നെ അതിശയിപ്പിച്ചത്. കാരണം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരും പറയും നീ അന്നും എന്നും ഒരേപോലെ തന്നെ ഉണ്ട്, നമുക്കൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് തന്നെയാണ്. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം നമുക്ക് നമ്മുടെ ഏജിൽ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. പല ആളുകളും നമ്മൾ ഉപയോഗിച്ചപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ഫേസിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും പല ആൾക്കാരുടെയും പണ്ട് എങ്ങനെ ആയിരുന്നോ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നത്. കാരണം നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. പല ആളുകൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന അവസ്ഥയിൽ വളരെ ദയനീയമായ അവസ്ഥയിലുള്ള ആളുകൾ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ മുന്നിലൂടെ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് തന്നെയാണ് ഈ പ്രൊഡക്റ്റിനുള്ളൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. എത്രയോ ആളുകളെ നമുക്ക് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കൂടെ ഇത്രയും ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. കാരണം നമ്മൾ ഒരു ബിസിനസ് ആയിട്ടല്ല പല ആളുകളും നമ്മുടെ കൂടെ വരുന്നത്. കാരണം ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഇതിൽ കൂടുതലും ഉള്ളത്. കാരണം അവരൊന്നും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല വരുന്നത് എന്നുള്ളത്. കാരണം അവരുടെ ആ സത്യം വിളിച്ചു പറയാൻ അവർക്ക് എപ്പോഴും അതിനു വേണ്ടിയിട്ടാണ് പല ആളുകളും ഈ ഒരു പ്രോഗ്രാമിന് തന്നെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളെ യുവാക്കളൊന്നും ഈ രംഗത്തേക്ക് കടന്നു വരാത്തതിന്റെ കാരണം അതാണ്. യുവാക്കള് ഇതിലേക്ക് വരാത്തതിന്റെ കാരണം അവർക്ക് പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങളൊന്നും അവർ അറിയുന്നില്ല. കാരണം അവർക്ക് ഒരു റിസൾട്ട് എടുത്ത് പറയാൻ അവർക്ക് ഉണ്ടാവില്ല എന്നുകൊണ്ടാണ്. കാരണം റിസൾട്ട് കിട്ടിയ ആളുകൾക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾക്ക് റിസൾട്ട് പോലെ തന്നെ ഇത്രയും ഇൻകം തരുന്ന മറ്റൊരു കമ്പനി നമുക്ക് എടുത്ത് കാണിക്കാനില്ല എന്ന് പറയണം. അത് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ലാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം ഇത്രയും വരുമാനം നമുക്ക് തരുന്ന, കാരണം നമ്മൾക്ക് എപ്പോഴാണോ നമ്മുടെ PV മാച്ച് ചെയ്യുന്ന അന്നേരം പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്ന ഇത്രയും മഹത്തായിട്ടുള്ളൊരു കമ്പനിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇതിനെ തിരിച്ചറിയുന്നില്ലാണ് പലരുടെയും പ്രശ്നം. കാരണം രോഗത്തിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്, ആ റിസൾട്ട് കിട്ടിയ ആൾക്കാര് ഒന്നും പറയുന്നില്ല, അത് പറയാനും പഠിക്കുന്നു. അവിടെയാണ് പ്രശ്നം. റിസൾട്ട് കിട്ടിയ ആളുകൾക്ക് എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അത്രയും വലിയ റിസൾട്ട് കിട്ടിയ ആളുകൾക്ക് എന്തുകൊണ്ട് അത് പറയാൻ പഠിക്കുന്നു? അത് പറയണ്ടേ? അത് പറഞ്ഞാലല്ലേ മറ്റുള്ള ആളുകൾക്ക് അതൊരു ഗുണകരമാകുള്ളൂ. കാരണം നമ്മളെ വരുമാനം മാത്രമല്ല, നമ്മൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു മഹത്തായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഉള്ളത്. ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും വേണം എന്നുള്ളതാണ് ഞാൻ ഈ സുഹൃത്തുക്കളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ റിസൾട്ട് പലവട്ടം പറഞ്ഞു. കാരണം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ തന്നെ കാരണം. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് ഇല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ റിസൾട്ട് ചെറുതായിരുന്നില്ല. അമ്മയ്ക്ക്
ഇപ്പോൾ 89 വയസ്സ് കഴിഞ്ഞ് 90 തന്നെ പറയാം. 2 വർഷം മുന്നേ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സമയത്ത് അന്നത്തെ എൻ്റെ അമ്മയും ഇന്ന് എൻ്റെ അമ്മയും, കാരണം നല്ലൊരു അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടി. കാരണം ഇന്ന് എനിക്ക് പോലും ഭക്ഷണം വെച്ച് തരുന്ന രീതിയിലേക്ക് അമ്മ മാറി. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ 8 ടാബ്ലറ്റ് കഴിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അന്ന് ബാലൻസ് ഇല്ലായിരുന്നു, ഉറക്കില്ലായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തും എൻ്റെ അമ്മയുടെ മുറ്റടിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. കാരണം അത്രയും നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഇതിനു വേണ്ടി പ്രയത്നിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, സത്യം സാറിന്റെ അമ്മ ഇനി 100 വയസ്സ് വരെയെങ്കിലും ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെയധികം നല്ല റിസൾട്ടാണ് സാർ എല്ലാവർക്കും പങ്കുവച്ചത്. ഓക്കെ, താങ്ക് യു. അടുത്തയാളിലേക്ക്. എൻ്റെ പേര് സോമൻ എന്നാണ്. എൻ്റെ വീട് പുത്തൻകുരിശിനടുത്ത് വടവൂട് എന്ന് പറഞ്ഞ സ്ഥലം. അറിയാം. ഞാൻ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടിട്ട് അധികം നാളൊന്നും ആയില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നതാണ്. അതായത് എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ പാടില്ല, പച്ചവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല, എന്തിനു പറയണം, ഐസ് തൊടാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ കൈക്കും കാലിനൊക്കെ നീരുമെത്തി വല്ലാത്തൊരവസ്ഥയിൽ നടക്കാൻ പോലും, കാലിൽ സൂചി കുത്തുന്ന വേദനയായിരുന്നു. ഇങ്ങനെയൊക്കെ ഈ പച്ചവെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ, അടുപ്പിച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാലുള്ള ആ സമയത്തൊക്കെ. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസമായുള്ളൂ. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ ഞാൻ പച്ചവെള്ളത്തിൽ ഒന്ന് കുളിച്ച് നോക്കി, ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 3 പ്രാവശ്യം വരെ കുളിച്ചു നോക്കിയ ദിവസമുണ്ട്. എനിക്ക് ഇതുവരെയായിട്ടും, ഞാനിപ്പോൾ 2 മാസമായുള്ളൂ ഇത് ഉപയോഗിച്ച് തുടങ്ങിയെങ്കിലും ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ ഒരു വേദനയോ വിഷമോ പ്രയാസമോ ഒന്നും വന്നിട്ടില്ല. ഞാൻ അതിൽ വളരെയധികം സന്തോഷവാനാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ. അത് ഈ ബയോട്ടറി എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ വീടിനടുത്തുള്ള നാരായണൻ എന്ന് പറഞ്ഞ സാറാണ്. ആ സാറെന്ന് പറഞ്ഞാൽ ജയമോഹൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാറായിട്ടാണ് എനിക്കിത് പരിചയപ്പെടുത്തി തന്നത്. ഇത് എൻ്റെ അനുഭവം വന്നപ്പോൾ ഞാനിത് 2-3 പേർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഷുഗർ പേഷ്യന്റുമാരും പിന്നെ അതുപോലെ തന്നെ വല്ലാത്തൊരവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു പല ഇതിലെ. അവർക്കൊക്കെ നല്ല റിസൾട്ട്, അവരാരും ഒരു എതിരഭിപ്രായം പറഞ്ഞില്ല, നല്ലൊരു അഭിപ്രായം എല്ലാവരും പറഞ്ഞത്. ഷുഗറൊക്കെ വളരെ നോർമലായി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് തന്ന സാഗർ ജോഷി സാറിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അന്ന് ക്യാമറ ഓണാക്കി കാണായിരുന്നു. നല്ല റിസൾട്ട് ആണ് പറഞ്ഞത്. നന്ദി സാർ. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് ചേച്ചി, ഗീത മാഡം. ഓക്കെ, താങ്ക് യു സരിത മാഡം. മോർണിംഗ്. റിസൾട്ട് പറയാൻ വന്നപ്പോ അവരാകുന്നത് മോൻ പോവാൻ വേണ്ടിയിട്ടുള്ളതിൽ അവനെന്തോ സംസാരിച്ചത് കൊണ്ടാണ്. എന്തായാലും ഞാൻ കുറെ നാളായി റിസൾട്ട് ഒക്കെ പറഞ്ഞിട്ട്. എന്റെ പേര് സരിത എന്നാണ്. ഞാൻ പള്ളുമോളാണ് താമസിക്കുന്നത്. യുവന സാറിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും റിസൾട്ട് ഇപ്പോ സാർ ഒരു വാദസംബന്ധമായിട്ടുള്ള റിസൾട്ടുകൾ പറഞ്ഞല്ലോ. എനിക്കും കിട്ടിയത് ഇതിന് തന്നെയുള്ളൊരു റിസൾട്ടാണ്. ഏകദേശം ഒരു 18 വർഷത്തോളം ഞാൻ മെഡിസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. സന്ധിവാതം വന്നിട്ട് പിന്നീടാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് സാർ തരാനിടയായത്. അതൊരു മെഡിസിൻ ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ പ്രോഡക്റ്റ് കിട്ടിയ ടൈം മുതൽ ഞാൻ മെഡിസിൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ 3 വർഷത്തോളമായിട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ 3 വർഷമായിട്ടും ഒരു പനിക്ക് പോലും ഞാനൊരു മെഡിസിൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്റെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്, വെയിറ്റിന്റെ ഇതിലൊക്കെ. അപ്പൊ അതേപോലത്തെ നല്ല ഇതിലും 3.5 ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് നേരിട്ട് തന്നെ അറിയുന്നവർക്കൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇത്രയും മാറ്റങ്ങൾ എനിക്ക് വന്നു. ഇപ്പൊ യാതൊരു പ്രശ്നമില്ല ജോയിന്റ് പെയിൻ. കാരണം ഞാൻ കിടന്നു പോയതാണ് അസുഖം വന്നിട്ട്. 18 വർഷം മെഡിസിൻ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ തളർന്ന് കിടന്നു പോയതാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ഞാൻ മാറിയതാണ്. അപ്പൊ അതിൽ നിന്നും ഈ പ്രോഡക്റ്റ് തന്നെയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വന്നത് തീർച്ചയായിട്ടും പറയാം എനിക്ക്. അതുപോലെ ഒത്തിരി പേർക്ക് കൊടുത്ത റിസൾട്ട് ഉണ്ട്. പിന്നെ ഞാൻ എന്റെ വീട് അങ്കമാലിയാണ്. ശരിക്കും വീട് അങ്കമാലിയാണ്, ഹസ്ബൻഡിന്റെ വീടാണ് ഇവിടെ. അപ്പൊ അങ്കമാലിയിൽ നമ്മുടെ എന്റെ ഒരു ബന്ധുവിന് ആമവാദത്തിന്റെ കംപ്ലൈന്റ് ആണ്. അത് എന്നേലും മുമ്പേ തുടങ്ങിയ അസുഖമാണ്. അപ്പൊ
ആ ചേച്ചിക്കും എനിക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ചേച്ചിക്കും അതുപോലെ തന്നെയാണ് ഒരു ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതിന് ഇപ്പോഴും പക്ഷെ അത്രയ്ക്കും മാറ്റം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ റിസൾട്ട് പറഞ്ഞപ്പോഴും അവർ മേടിക്കാൻ തയ്യാറായില്ല. കാരണം എന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. 10-18 വർഷം മെഡിസിൻ കഴിച്ചിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഈ സ്ഥാനം കൊണ്ട് തരുമ്പോ ഇതിലൂടെ ഒരു മാറ്റം വരുന്ന നമ്മൾ വിശ്വസിക്കില്ലല്ലോ. അപ്പൊ ആ ചേച്ചിയും അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ എന്തോ വേദനയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളൊക്കെ പറയും വേദന ഇല്ലെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു എന്ന്. പറ്റില്ല. ഓരോ അസുഖത്തിനും ഓരോരോ ഇത് തന്നെയാണ്. ഇത് ഭയങ്കര വേദനയാണ്. നമുക്ക് ഒരാൾ തൊടാൻ പറ്റില്ല. ഒരാളുടെ അടുത്തേക്ക് എന്താ പറയാ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത് പോലും എനിക്ക് പേടിയായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ആ ചേച്ചിയും ഇപ്പൊ അതിൽ കടന്നു പോകുമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചേച്ചി പ്രോഡക്റ്റ് എന്റെ കയ്യിൽ മേടിച്ചത്. അപ്പൊ എന്നിട്ടും കുറച്ച് അപ്പൊ എനിക്ക് ഒരു ഇതുണ്ട്, നമ്മൾക്ക് ബന്ധുക്കൾക്ക് കൊടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു കാരണം. അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റാതെയാവും. കാരണം ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പൊ ഞാനിതുകൊണ്ട് കൊടുത്തിട്ട് ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ വഴി പോകാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം എനിക്ക് അമ്മയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ചേച്ചിമാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ലല്ലോ. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി പറയണമെന്ന് പറയുള്ളൂ. ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ആ ചേച്ചിക്ക് ചെറിയൊരു മാറ്റമെങ്കിലും വരണേ ദൈവമേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും അവിടേക്ക് പോവാറ്. ഞാൻ ഇന്ന ചേച്ചിനെ കാണുമ്പോ എന്തെങ്കിലും ഒരു മാറ്റം എന്നോട് പറയണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പോണത്. അപ്പൊ ഇപ്പൊ ഏകദേശം 7 മാസത്തോളമായി കൊടുത്തിട്ട്. അത് കഴിഞ്ഞ പിന്നെ അക്യുപഞ്ചറൊക്കെ അത് ഭയങ്കര വേദനയാണ്. ഞാൻ മെഡിസിൻ ചേച്ചി നിർത്തരുത്, നമുക്കൊരു റിസൾട്ട് കിട്ടുന്നവരെ മെഡിസിൻ നിർത്തരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് കൊടുത്തത്. അങ്ങനെ പുള്ളിക്കാരി പക്ഷെ ഇടയ്ക്കൊക്കെ നിർത്തി. പക്ഷെ പുള്ളിക്കാരിക്ക് വേദന ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയി മെഡിസിൻ മേടിച്ചു എന്നൊക്കെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 7 മാസത്തിനുള്ളിൽ ഒരു റിസൾട്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിളിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ. അങ്ങനെ ഇപ്പൊ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച നമുക്ക് 1-ാം തീയതി ആയിരുന്നല്ലോ. അപ്പൊ 1-ാം തീയതി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തില് പൂജയുണ്ട്. അപ്പൊ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി അവിടെ അമ്പലത്തിൽ തൊഴുവാൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ അപ്പൊ ഞാൻ കാണാറില്ല പുറത്ത്. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ വെച്ച് ചേച്ചിനെ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പിടിച്ച് ആ ചേച്ചീനെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ആ ചേട്ടൻ വണ്ടിയിൽ എടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുവരാൻ. ആ ചേച്ചി വീട്ടിൽ നിന്ന് നടന്ന് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ ഞാൻ അവിടെ നിന്ന് ഭഗവതിയോട് ഭയങ്കരമായിട്ടാണ് പ്രാർത്ഥിച്ചു പോയി എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ നമ്മുടെ ബന്ധുക്കളും കൂടി ആയി കഴിഞ്ഞുള്ള സ്ഥിതി ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ പൈസ മേടിച്ചു കൊടുന്നു പറ്റിച്ചു എന്നുള്ളൊരു പറച്ചിലവിടെ ടോക്ക് വന്നാ തീർന്നു. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഭഗവതിനെ അങ്ങോട്ട് വിളിച്ചു പോയി എന്നുള്ളതാണ് അവിടെ നിന്ന്. പിന്നെ ചേച്ചിയോട് സംസാരിച്ച് ചേച്ചി കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പുള്ളിക്കാരത്തി ഒരു മനസ്സില്ലാമനസ്സോടെയാണ് അത് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭാവം കണ്ടപ്പോ എനിക്ക് ആ മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. എങ്ങനെ നിന്ന ചേച്ചിയാണ് ഇപ്പൊ എങ്ങനെയാണ് വന്നേക്കുന്നത്. എന്നാലും അവർ സമ്മതിക്കാനായിട്ട് പുറമേ ഉള്ളൊരു വ്യക്തിയാണ് കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ആ ചേച്ചി തീർച്ചയായിട്ടും അത് സമ്മതിച്ചിട്ടേ പറയുള്ളൂ എനിക്ക് ആ പ്രൊഡക്റ്റിൽ കൂടെ മാറ്റം വന്നിട്ടോന്ന്. പക്ഷെ അത് ഏകദേശം 20-22 വർഷത്തോളമായിട്ടുണ്ട് ആ ചേച്ചിക്ക് അസുഖം. അപ്പൊ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇതായിട്ടില്ലെങ്കിൽ പോലും ആ നടന്ന അമ്പലത്തിൽ വരാനുള്ള ഒരു ഇതിലേക്ക് മാറി. എനിക്ക് അത് കണ്ടപ്പോഴാണ് ഭയങ്കര ആശ്വാസം കിട്ടിയത്. അതുപോലെ അവിടെ തന്നെ വെരിക്കോസിന് ഞങ്ങളുടെ കസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിക്കും റിസൾട്ട് കിട്ടി. ആ ചേച്ചിക്ക് അതിനേലുപരി ഹസ്ബൻഡിനാണ് റിസൾട്ട് കിട്ടിയത്. പുള്ളിയും ഇത് ഉപയോഗിച്ച് പുള്ളിക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മരം വെട്ടാനൊക്കെ പോണ വ്യക്തിയായിരുന്നു. പക്ഷെ ഉള്ളിൽ ഭയങ്കര ടോക്സിൻസ് ഒക്കെ അരിഞ്ഞാറ്റി പൊടിയൊക്കെ. പക്ഷെ പുള്ളിക്ക് അപ്പൊ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്തു. ആൾക്ക് ഒരു പ്രശ്നമില്ലാണ്ടിരുന്ന ഒരു മനുഷ്യനാണ്, ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്തു. അപ്പൊ തന്നെ ചേച്ചി എന്നെ വിളിച്ച് എടി ചേട്ടന് ഇങ്ങനെ ഭയങ്കര ഛർദിയാണല്ലോ, ഇത് ഉപയോഗിച്ചിട്ടാണോ എന്താന്ന് അറിയാൻ പാടില്ല, ജോലിക്ക് പോകാൻ പറ്റൂലേ എന്നൊക്കെ ഇങ്ങനെ ചേച്ചി കുഴപ്പമില്ല, ചേട്ടന് ഉള്ളിൽ നിന്നുള്ള ടോക്സിനൊക്കെ പുറത്തു പോവാൻ വേണ്ടി ഛർദിക്കണതാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുറെ പ്രാവശ്യം ഛർദിച്ചു, കുറെ കഫം പോയി എന്നൊക്കെ പിന്നെ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ചേട്ടന് ഓക്കെ ആയി, കുഴപ്പമില്ല, പണിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോഴും ആ ചേട്ടൻ ഈ വെള്ളം കൊണ്ടാ ജോലിക്ക് പോകുന്നത്. അപ്പൊ അവിടെ പോയപ്പോ ജോലി സ്ഥലത്ത് ഉള്ള ആൾക്കാർ ഈ വെള്ളം എടുത്ത് കുടിച്ചു. അപ്പൊ അവർക്കും എന്തോ ഒരു ഇത് ഫീൽ ചെയ്തു. അപ്പൊ പറയാ ഇത് എന്ത് സാധന ഈ കൊണ്ടുവന്നേക്കണേ, അത് കുടിച്ചിട്ട് നല്ലതായിരുന്നല്ലോ എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ ആൾക്കാരിൽ നിന്ന് ആ റിസൾട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര പുറമേ ഉള്ളൊരു പറയണത് പോലെയല്ല, ഇവരൊരു നെഗറ്റീവ് ടോക്ക് അടിച്ചാല് നമ്മുടെ ആ ഭാഗം ഒരു 10-50 വീട് ഞങ്ങളുടെ ഒരു ഫാമിലി തന്നെയാണ്. അവര് കംപ്ലീറ്റ് നെഗറ്റീവ് അടിച്ച് കളിക്കും. പിന്നെ എന്നെ കാണുന്നത് ചെറുത്താനെ കാണുന്ന പോലെ ആയിരിക്കും. എന്നാൽ ഞാൻ അതിലെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ കാണുന്നത്.
അപ്പൊ അത്രയും നല്ല റിസൾട്ടുകൾ എനിക്ക് കിട്ടി. ഞാനിത് ഈ ചേച്ചിയുടെ റിസൾട്ട് കിട്ടിയത് ശരിക്കും ഞാൻ സാറിന്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറഞ്ഞത് ഇതാണ്. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എനിക്കത് കിട്ടിയത്. അപ്പൊ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എന്തായാലും സാറിനും എത്തിച്ചു തന്ന ലീഡറിനും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അത്രയും നല്ല പ്രോഡക്റ്റ് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുക. ഞാനും അതിനുള്ള ശ്രമത്തിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഡോക്ടർ PM രാജു ഫ്രം പത്തനാപുരം. ഞാൻ ഇന്ന് ഞായറാഴ്ച നസ്രാണിയായിട്ട് പള്ളി പോകാനായിട്ട് ഡ്രസ് ചെയ്തു. പക്ഷെ മൊബൈൽ ഓൺ ചെയ്തെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സമയമായി. മനോജ് സാർ കയറിയിട്ടില്ല. മനോജ് സാർ ഞങ്ങൾ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് പള്ളി കഴിഞ്ഞിട്ട് 2 മണിക്ക് ക്ലാസ് എടുക്കാനായിട്ട്. അപ്പം അതൊരു ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ കണ്ടില്ലേ, ഡ്രസ്സൊക്കെ ചെയ്തപ്പോ ഞാൻ ഒരു കൊച്ചു പയ്യനായില്ലേ. അപ്പൊ നേരത്തെ ഈ ബയോട്ടിന് മുമ്പാണെങ്കിൽ വടി ഇടിച്ച് റൂമിൽ ഇരിക്കേണ്ട ഒരു വ്യക്തി പോകണമെങ്കിൽ തന്നെ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന്. ഇറ്റ് ഈസ് അവർ ബിലൗഡ് സാഗർ ജോഷി ഈ ബയോട്ടിൻ ത്രൂ സാഗർ ജോഷി ആൻഡ് മനോജ് സാർ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സന്തോഷവരാണ്. ഇത് സുമ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഇതെല്ലാ മനുഷ്യന്റെയും ചേഞ്ച്, ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. ഈ സംഭവത്തെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ വിജയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ നല്ല മനുഷ്യരായിട്ട് ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കും. എല്ലാ ആശംസകളും ഈ ബയോട്രി ജോയിൻ ചെയ്ത ഫാമിലിക്ക്. അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഈ ബയോട്രിയം ഫാമിലി. ഗോഡ് ബ്ലെസ് എവരിബഡി. താങ്ക് യു. താങ്ക് യു ഡോക്ടർ രാജു സാർ. ഹലോ, യെസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷമീർ. ഞാൻ വടകര സ്വദേശിയാണ്, വില്യാപ്പള്ളിയാണ്. ഞാൻ ഇതിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മാസമായി, 6 മാസമായി. ഞാൻ വീട്ടില് ഉമ്മയും ഞാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കൈത്തരിപ്പ്, കിഡ്നി സ്റ്റോണ്, പിന്നെ യൂറിക് ആസിഡ് അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഒക്കെ മാറി ഇപ്പൊ നോർമലായി, എല്ലാം ഓക്കെ ആയി. ഇപ്പൊ ഗുളിക ഒന്നും കുടിക്കുന്നില്ല. വെള്ളമെല്ലാം കുടിച്ച് കല്ലൊക്കെ പുറത്ത് വന്നു. ഇപ്പൊ ഞാനിപ്പോ 2 ദിവസമായിട്ട് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന തലയിൽ ഭയങ്കര താരനും ചൊറിച്ചിലായിരുന്നു. അതിപ്പോ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പട്ടയിൽ വെള്ളം എടുത്തിട്ട് കഴുകുകയും ചെയ്യും. കണ്ണിൽ ഒട്ടിക്കുന്നുണ്ട്. അതിപ്പോ 2 ദിവസം കൊണ്ട് മാറി. പിന്നെ കൈക്ക്, എനിക്ക് എന്റെ ജോലി ചെയ്യുന്ന സമയത്ത് കൈക്ക് റിയാക്ഷൻ ഉണ്ടാവും. കൈയിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വഴുക്കുക, എന്നിട്ട് ഭയങ്കര വേദന. ഞാൻ 2-3 ദിവസം മുമ്പ് നല്ല വേദനയും ഭയങ്കര പെയിൻ ആയിരിക്കും. എന്നിട്ട് പെയിൻ ഉണ്ടായിട്ട് ഞാൻ ബ്ലഡൊക്കെ വരും. അപ്പൊ ഞാൻ കുപ്പിയിലെ വെള്ളം ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഡെയിലി അത് ഒഴിച്ചു കൊടുത്ത് അതിപ്പോ ഉണങ്ങി നല്ല പെർഫെക്റ്റ് ആയി. പിന്നെ ഞാൻ കൊടുത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ നസീർ എന്ന് പറഞ്ഞാൽ 8 തരം ഗുളിക കുടിക്കുന്നുണ്ടായിരുന്നു. 8 തരം ഗുളികകൾ ഞാൻ പറഞ്ഞ കണ്ടിന്യൂ, ഞാനിപ്പോ ഇടക്കിടക്ക് ഫോളോ അപ്പ് ചെയ്യും, വിളിച്ചോടുക്കും. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ നാട്ടിലില്ല, ഞാൻ ഇപ്പൊ ബഹ്റൈനിലുണ്ട്. അപ്പൊ അവരെ വിളിച്ചിട്ട് എങ്ങനെ ചോദിക്കും, നിങ്ങൾ നസീർക്ക ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താക്കല്ല, ഞാൻ ഫോളോ അപ്പ് കറക്റ്റ് ചെയ്യണം. എന്നാലേ നമ്മൾക്ക് ഫോളോ അപ്പ് ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഇത് റിസൾട്ട് വരും. അങ്ങനെ അവർ വിളിച്ച് ചോദിച്ചു. ഞാൻ സമീറ കഴിഞ്ഞ മാസം ഡോക്ടറെ അടുത്ത് പോയിട്ട് 4 തരം ഗുളിക സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ 4 തരം ഗുളിക ഇപ്പൊ കുടിക്കുന്നുള്ളൂ. അത് തന്നെ ഞാൻ ഇടക്കെല്ലാം ബീഫിൽ അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അത് മാറാത്തെന്നുള്ള എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റ് നിങ്ങൾ അത് തന്നെ ചെയ്യൂ, ഫോളോ അപ്പ് ചെയ്തിട്ട് വെള്ളം കറക്റ്റ് കുടിക്കുക, അതുപോലെ ഇത് ഉപയോഗിക്കുക, ബെഡിൽ കിടക്കുക, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ കണ്ടാൽ അത് തന്നെ അറിയില്ല. ഇപ്പൊ ഓരോരോ വ്യക്തികൾ ഉപയോഗിച്ച് ഇപ്പൊ സത്യൻ സാറ് പറഞ്ഞതിനോട്ട് ഓരോരോ വ്യക്തികളാണ്. ഇതിൽ ഫോട്ടോത്തിൽ നോക്കിയാൽ മതി. ഇപ്പൊ സലീം ക, ഭഗത് സാറ്, ഇപ്പൊ സരിത മാഡം, ഭാസ്കർ സാറ്, ഗീത മാഡം, പിന്നെ രാജു സാറ്, കണ്ടാൽ തന്നെ മുഖത്ത് ഒരു പ്രസരിപ്പുണ്ട്. അത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഓരോ ഫേസിൽ ഡെഡിക്ക് എടുത്ത് പറയാനുണ്ട്. സാറ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുഖത്തുള്ള ഒരു പ്രസരിപ്പ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതാന്നുള്ളത് സത്യമാണ്. അത് റെഡിക്കുള്ളൊരു ഒറിജിനൽ സത്യമാണ്. എല്ലാവർക്കും അത് ഇതാക്കുക. അത് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം എല്ലാവരും. അതുപോലെ ഇടക്കിടക്ക് നമ്മൾ കൊടുത്ത വ്യക്തിക്ക് 5 മാസമായാലും 1 വർഷമായാലും നമ്മളിത് കറക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ഇതാക്കുന്നുണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ. ചില ആളിതിപ്പോ അസുഖം മാറിയല്ലേ, അന്നത് മൂലക്കിലിട്ടെ അത് ഒരു സൈഡിലാക്കിയിടും. അങ്ങനെ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദിവസം ചെരുപ്പിടുന്നുണ്ടോ, ദിവസം ഡ്രസ്സ് ഇടുന്നുണ്ടോ, അതേപോലെ നിങ്ങളിത് അത് കറക്റ്റ് അതിൽ കിടക്കുക, അത് വെള്ളം കൊടുക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട്. അപ്പൊ എന്നോട് നീ സയൻസെല്ലാം പഠിച്ച് ഭയങ്കര സംസാരം എന്നല്ലോ. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ്. ഞാൻ ഡെയിലി 6 മണിക്ക് ഞാൻ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഞാനിത് സലാഡ് കട്ട് ചെയ്യുമ്പോൾ അധികം കാണലുണ്ടാവും. സലാഡ് കട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു അടുത്ത നവംബറിൽ നാട്ടിൽ പോകുന്നുണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ എല്ലാവരെയും ഞാൻ ഇപ്പൊ പാകപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട്, വീഡിയോ അയക്കുന്നുണ്ട്.
എല്ലാവരും ഇതിലേക്ക് എത്തിക്കണം എന്നുള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ അതേപോലെ ഇതില് നമ്മളിത് കയ്യിലേക്ക് എത്തിച്ചത് ഡോക്ടർ ജോഷി സാറിനും പിന്നെ മനോജ് സാറിനും ദൈവം തമ്പുരാൻ നമ്മൾ ദീർഘായുസും ആഫിയത്തും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥിച്ച് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഷമീർ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% കറക്റ്റാണ്. വളരെയധികം നന്ദി. പിന്നെ അത്യാവശ്യം ആരെങ്കിലും പറയാണ്ട് സമയം തീരാൻ പോണു. താങ്ക് യു സോ മച്ച്. രാവിലെ കൂട്ടിൽ നിന്നും പുറപ്പെടുന്ന ഭക്ഷണം ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞാണോ പറയുന്നത് പറക്കുന്നത്? അതുപോലെയാണ് നമ്മുടെ പരിശ്രമം തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഹെൽത്തും വെൽത്തുമാണ്. അപ്പം നമ്മൾ ഹാപ്പിനെസ് ആവും. അതുപോലെയാണ് എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധാപൂർവം അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഈ ബയോട്ടോറിയം നമുക്ക് ഉള്ളിടത്തോളം കാലം എല്ലാവരും സന്തോഷവും സമ്പൽ സമൃദ്ധവും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം ഏകദേശം തീരാറുമ്പോണ്. നമ്മുടെ മനോജ് സാർ ഇന്ന് കൊട്ടാരക്കര പോവുകയാണെന്ന് അറിയിച്ചു. അതുകൊണ്ട് ക്ലോസിംഗ് സെക്ഷനിലേക്ക് മനോജ് സാർ ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ പ്രിയങ്കരനായ അഭിലാഷ് സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. റിസൾട്ട് പറഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമ്മളെ പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത്രയും ആളുകൾ ഇനിയും പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോ നെക്സ്റ്റ് ബുധനാഴ്ച നമുക്ക് റിസൾട്ട് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എല്ലാവരും അതിൽ കയറി റിസൾട്ട് പറയുക. നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവൽ കറക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ ഒരുപാട് വ്യക്തികൾക്ക് ജീവിതത്തിൽ വലിയ വെളിച്ചം അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മൾക്ക് ഓരോരുത്തരും കാരണക്കാരായി മാറുന്നുണ്ട്. അത് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു 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 ഈ സമൂഹത്തിന് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു നന്മ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇന്നത്തെ ഈ റിസൾട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയി കൂടുതൽ സെയിൽസുകൾ എടുക്കാനായിട്ടും എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു സാർ.